കാണുവാൻ പോകുന്നത് B21EC01DE മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആണ്. കോൺകേവിറ്റി, കോൺവെക്സിറ്റി, ഒപ്റ്റിമൈസേഷൻ ഓഫ് സിംഗിൾ ഓർ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസ് ആണ് ഈ യൂണിറ്റാണ് നമ്മൾ കാണുവാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ സെഷൻ വിത്ത് ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കുന്ന ആ മെത്തേഡിനെ, ആ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമൈസേഷൻ എന്ന്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കോൺകേവിറ്റി, കോൺവെക്സിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്, മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നുണ്ട്, റിലേറ്റീവ് മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നുണ്ട്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും മെത്തേഡ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഡിഫറൻസിയേഷന്റെ ബേസ് അറിഞ്ഞിരിക്കേണ്ടത് ഈ യൂണിറ്റിന് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ കോൺവെക്സിറ്റിയും കോൺകേവിറ്റിയും ഓരോ കർവിന്റെ മൂവ്മെന്റിനനുസരിച്ച് അല്ലെങ്കിൽ സ്ലോപ്പിനനുസരിച്ച് അത് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് ഒപ്റ്റിമൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ ഒപ്റ്റിമൈസേഷൻ മെത്തേഡ് സിംഗിൾ വേരിയബിൾസിനും മൾട്ടി വേരിയബിൾ ഇക്വേഷൻസിന് അല്ലെങ്കിൽ ഫംഗ്ഷൻസിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോൺവെക്സിറ്റിയുടെ ഡെഫിനിഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ f(x) ആണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞിട്ട് ഇഫ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 0, അപ്പൊ നമുക്ക് പറയാൻ പറ്റും ദ കർവ് ഈസ് കോൺവെക്സ് അറ്റ് x=a എന്നും. സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് കോൺകേവ് എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കോൺകേവ്, കോൺവെക്സ് കർവ്സ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഇതാണ്. ഈ കർവ്സിനാണ് നമ്മൾ കോൺവെക്സ്, കോൺകേവ് കർവ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ താണ്ടേ കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രാഫ് ലൈസ് എബവ് ഇറ്റ്സ് ടാൻജന്റ്, ടാൻജന്റിന്റെ എബവ് ആയിട്ടായിരിക്കും ആ ഗ്രാഫ് കിടക്കുന്നത്. ഇവിടെ കണ്ടോ, ടാൻജന്റിന് താഴെയായിട്ടാണ് ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ സാധാരണ കോൺവെക്സ്, കോൺകേവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കോൺവെക്സ് ഫംഗ്ഷൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, കോൺകേവ് ഒരു ഗുഹ പോലെ ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ രീതിയിലായിരിക്കും ഫംഗ്ഷൻസ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കർവേച്ചർ നോക്കിയാൽ തന്നെ താണ്ടെ ഈ ഒരു കർവേച്ചർ താണ്ടെ ഇവിടെ വരുന്നു, ഈ ഒരു കർവേച്ചർ ഇവിടെ വരുന്നു. കോൺവെക്സ് ഫംഗ്ഷൻ അതുപോലെ തന്നെയാണ്. ഈ ഒരു കർവാണ് ഈ ഭാഗമായിട്ട് വരുന്നത്, ഈ ഒരു ടൈപ്പിൽ ഇതാണ് ഈ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ പോയിന്റ് ഓഫ് ടാൻജൻസിയിൽ നിന്ന് എബോവ് ആയിട്ടായിരിക്കും കോൺവെക്സ് ഫംഗ്ഷൻ നിൽക്കുന്നത്, ബിലോ ആയിട്ടായിരിക്കും കോൺകേവ് ഫംഗ്ഷൻസ് നിൽക്കുന്നത്. ഇതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടം തൊട്ട് നമ്മൾ ഫംഗ്ഷൻസിന്റെ കണ്ടീഷൻസ് പറഞ്ഞു തുടങ്ങിയാണ്. ഇവിടം തൊട്ട് പറഞ്ഞു തുടങ്ങാൻ നേരത്ത് നമ്മളിതിന് ഒരു സെയിം പാറ്റേൺ ആണ് ഇവിടം തൊട്ട് നമ്മൾ അങ്ങോട്ട് ഇനിയുള്ള ഒപ്റ്റിമൈസേഷൻ ഇക്വേഷൻസിനെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട് f(x). ഈ ഇക്വേഷനെ നമ്മൾ f'(x) കണ്ടുപിടിക്കുന്നു, അതായത് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് x=a എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ അവിടെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് നോക്കുന്നു. ഇഫ് ഇറ്റ്സ് ലെസ് ദാൻ 0 നമുക്ക് എന്ത് പറയാം, ആ ഫംഗ്ഷൻ കോൺകേവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാം കോൺകേവ് ഫംഗ്ഷൻ ആണെന്ന്. ഇഫ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 0 നമുക്ക് പറയാം അത് കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇതാണ് ഈ ഒരു സെയിം പാറ്റേൺ ആണ് നമ്മൾ മാക്സിമം മിനിമയ്ക്കകത്തായിട്ട്, റിലേറ്റീവ് മാക്സിമം മിനിമയ്ക്കകത്ത്, സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഈ പാറ്റേൺ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യമേ f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാവും, അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു, അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ഒരു വാല്യൂ കിട്ടുന്നു, എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു, അത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇഫ് ഇറ്റ്സ് ലെസ് ദാൻ 0 അത് കോൺകേവ് ആണ്. അതേപോലെ തന്നെ മാക്സിമം മിനിമം പറയാൻ നേരത്ത് അത് റിലേറ്റീവ് മാക്സിമം ആണ്. ഓക്കെ, ഇപ്പോ ഇതിനകത്ത് തന്നെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. അതേപോലെ തന്നെ മാക്സിമം മിനിമം നോക്കാൻ നേരത്ത് റിലേറ്റീവ് മിനിമം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മെത്തേഡ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഫസ്റ്റ് f(x) എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാവും. ഓക്കെ, ആ ഫംഗ്ഷന്റെ
ആദ്യമേ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കോൺവെക്സ്, അത് ലെസ് ദാൻ 0 ആണെങ്കിൽ കോൺകേവ്. ഓക്കെ, ഇതാണ് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കണക്ക് ചെയ്ത് നോക്കാം. ഒരു മെത്തേഡിൽ അത് കണക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചായിട്ട് ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ്ട് എക്സ് സ്ക്വയർ മൈനസ് 120 മൈനസ് 32 ആണ്. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് കിട്ടി. നമുക്ക് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് 2x മൈനസ് 120 32ന്റെ ഇതാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ആദ്യം എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം, പിന്നെ എഫ് ഡാഷ് എക്സിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. മൈനസ് 2x മൈനസ് 120 ഇസിക്കൽ ടു 0. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നു ടു എക്സ് ഇസിക്കൽ ടു 120, എക്സ് ഇസിക്കൽ ടു മൈനസ് 2x ഇസിക്കൽ ടു ഒരു ചെറിയ പ്രശ്നമുണ്ട്. മൈനസ് ഇസിക്കൽ ടു മൈനസ് 2x ഇസിക്കൽ ടു 120, എക്സ് ഇസിക്കൽ ടു മൈനസ് 60 ആണ് വരുന്നത്. ഓക്കെ, എക്സ് ഇസിക്കൽ ടു മൈനസ് 60 ആണ്. അതൊന്ന് SLM കറക്റ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് ഇസിക്കൽ ടു മൈനസ് 60 കിട്ടി. എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇനി സെക്കൻഡ് എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് മൈനസ് 2 ആണ്. ഓക്കെ, അപ്പൊ അതും ലെസ് ദാൻ 0 ആണ്. അപ്പോ ഫസ്റ്റ് ഓർഡർ കണ്ടീഷനും സെക്കൻഡ് ഓർഡർ കണ്ടീഷനും ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയുന്നത്? കോൺകേവ് ആണ് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദ ആൻസർ ഇസ് കോൺകേവ്. ഇതാണ് കണ്ടീഷൻസ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ഓർഡർ കണ്ടീഷനും സെക്കൻഡ് ഓർഡർ കണ്ടീഷനും ലെസ് ദാൻ 0 ആണെങ്കിൽ കോൺകേവ് ആണ്. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ സെക്കൻഡ് ഓർഡർ കണ്ടീഷനും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ കോൺവെക്സ് ആണ്. ഓക്കെ, ഇതാണ് കോൺകേവിറ്റിയുടെയും കോൺവെക്സിറ്റിയുടെയും കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഓക്കെ, ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് ഉണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ച് അതിനെ ഈക്വൽ ടു 0, പിന്നെ എഫ് ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ 0 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോൺവെക്സിറ്റിയും കോൺകേവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി. സോ നമ്മൾ ഫസ്റ്റ് ഈക്വേഷന് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, 6x² മൈനസ് 60x പ്ലസ് 126 ആണ് എഫ് ഡാഷ് എക്സ്. ഇതിനെ നമ്മൾ ഇക്വേറ്റ് 0 ചെയ്യുന്നു. ഇക്വേറ്റ് 0 ചെയ്യുമ്പോൾ നമുക്ക് 6x² മൈനസ് 60x പ്ലസ് 126 ഇസ്ക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ ത്രൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x² മൈനസ് 10x പ്ലസ് 21 ഇസിക്കൽ ടു 0. ഓക്കെ, ഇതിനെ നമുക്ക് ഒന്നുകിൽ എക്സ് ഇസിക്കൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏതോ രണ്ട് വാല്യൂസിന്റെ സം എന്ന് പറയുന്നത് 10x അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 21x² ആണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. x-3 ഇൻറ്റു x-7 ആണ് ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം എന്ന് പറയുന്നത് x ഇസിക്കൽ ടു 3 ഓർ x ഇസിക്കൽ ടു 7 ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് എഫ് ഡാഷ് എക്സ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് x ഇസിക്കൽ ടു 3 അല്ലെങ്കിൽ x ഇസിക്കൽ ടു 7 എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് എഫ് ഡബിൾ ഡാഷ് എക്സ് ചെയ്യാം. എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 60 ആണ്. ഓക്കെ, ഇപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ 0 ആണോ എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി എക്സിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, at x ഇസിക്കൽ ടു 3 ഇതിന് സംഭവിക്കും 12 into 3
മൈനസ് 60 എന്ന് പറയുന്നത് മൈനസ് 24 ആവും. അറ്റ് എക്സ് ഇസിക്കൽ ടു 7 എന്ന് പറയുമ്പോൾ 12 into 7 മൈനസ് 60 24 ആവും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായ അറ്റ് എക്സ് ഇസിക്കൽ ടു 3 എഫ് ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ 0യും അറ്റ് എക്സ് ഇസിക്കൽ ടു 7 എഫ് ഡബിൾ ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അറ്റ് എക്സ് ഇസിക്കൽ ടു 3 ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺകേവും അറ്റ് എക്സ് ഇസിക്കൽ ടു 7 ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺവെക്സും ആണ്. ഓക്കെ, അപ്പോ ഒരേ ഫംഗ്ഷൻ തന്നെ കോൺവെക്സും കോൺകേവും ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് എക്സ്ട്രീം പോയിന്റ്സ് ആണ്. അതായത് എവിടെയാണ് നമുക്ക് റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം കിട്ടുന്നത് എന്നാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ സെയിം സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യുന്നത്. കോൺകേവിറ്റിയുടെയും കോൺവെക്സിറ്റിയുടെയും സെയിം സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന പോയിന്റ് 0 ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് റിലേറ്റീവ് മാക്സിമവും എഫ് ഡാഷ് ഡബിൾ ഡാഷ് എ ലെസ് ദാൻ 0 എന്ന് പറയുന്നത് റിലേറ്റീവ് മാക്സിമം, ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് റിലേറ്റീവ് മിനിമം ആയിട്ട് മാറും. നമ്മുടെ നേരത്തെ കണ്ടീഷനകത്തത് കോൺകേവിറ്റിയെയും താഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കോൺവെക്സിറ്റി ആയിരുന്നു കണ്ടുപിടിച്ചിരുന്നത്. അപ്പൊ ഇവിടെ സിമിലർ ആണ്, പക്ഷെ എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ് റിലേറ്റീവ് മാക്സിമം, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റിലേറ്റീവ് മിനിമം ആയിട്ടാണ് ഇവിടെ വരുന്നത്. കണ്ടോ, ഇതൊരു പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ആണ്. ഇപ്പൊ എക്സ് 0 ആവുന്ന സമയത്ത് എന്താണ് ഫസ്റ്റ് ഒരു കണ്ടീഷൻ നോക്കിയിട്ട് എക്സ് എ ആവുന്ന 0 അല്ല എ ആവുന്ന കണ്ടീഷനിൽ എന്താണെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. ഈ എഫ് ഡാഷ് എക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സ് ഇസിക്കൽ ടു എ എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നു. ആ എ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പോയിന്റ് ഓഫ് ടാൻജൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആ പോയിന്റിന് അപ്പുറത്തോട്ടാണ് എവിടെയാണ് റിലേറ്റീവ് മാക്സ്, എവിടെയാണ് റിലേറ്റീവ് മിനിമം നമുക്ക് വരുന്നതെന്നാണ്. ഇഫ് ഇറ്റ് ഇസ് എന്നിട്ട് നമ്മൾ അടുത്തായിട്ട് ഡബിൾ ഡാഷ് എ ചെയ്യുന്നു. ഇറ്റ്സ് ലെസ് ദാൻ 0 നമുക്ക് എന്താണ്? റിലേറ്റീവ് മാക്സിമം ഉണ്ട്. ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 0 റിലേറ്റീവ് മിനിമം ഉണ്ട്. ഓക്കെ, ഗ്രാഫ് ഉണ്ട് രണ്ടിന്റെയും. ഒന്ന് മാക്സിമം അറ്റൈൻ ചെയ്ത് പിന്നെ ഫോളോ ചെയ്യുന്നു, പിന്നെ ഒരെണ്ണം ഫോളോ ചെയ്തിട്ട് ഒരു ഏറ്റവും ലോ പോയിന്റിൽ എത്തിയിട്ട് മാക്സിമം. ഓക്കെ, ഇതൊരു കോൺവെക്സ് കർവ് ആണ്, ഇതൊരു കോൺകേവ് കർവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കേവ് പോലെ, ഒരു ഗുഹ പോലെ ഇരിക്കുന്ന കർവ് ആണ് കോൺകേവ് കർവ്. ഇത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കോൺവെക്സ് കർവ് ആണ്, മേലോട്ടിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഒരു കണക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ റിലേറ്റീവ് മാക്സ് റിലേറ്റീവ് മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² - 12x + 23 ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എഫ് ഡാഷ് എക്സ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 6x - 12 കിട്ടുന്നു. ഇതിനെ നമ്മൾ ഇക്വേറ്റ് ടു 0 ആണ്. 6x - 12 = 0. 6x = 12, x = 2 എന്ന് നമുക്ക് കിട്ടുന്നു. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അടുത്ത നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് ചെയ്യുന്നു. എഫ് ഡബിൾ ഡാഷ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഉത്തരം നമുക്ക് 6 ആയിട്ട് കിട്ടുന്നു. 6 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് കിട്ടുന്നത്? റിലേറ്റീവ് എന്താണ് കിട്ടുന്നത്? റിലേറ്റീവ് മിനിമം ആണ്. അപ്പോ ഇതെന്ന് പറയുന്നത് കോൺകേവ് അപ്വേർഡ് ആണ്. കോൺകേവ് അപ്വേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. കോൺകേവ് ഡൗൺവേർഡ് എന്ന് പറയുന്നത് കോൺകേവ് ഫംഗ്ഷൻ തന്നെയാണ്. കോൺകേവ് അപ്വേർഡ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, റിലേറ്റീവ് മിനിമം ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതാണ്, ഇങ്ങനെയാണ് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്ത കണക്ക്
ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് പെട്ടെന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് -5x³ പ്ലസ് 22.5 x സ്ക്വയർ പ്ലസ് 420x പ്ലസ് 85. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ് തന്നിരിക്കുന്നത്. എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ -15x² പ്ലസ് 45x പ്ലസ് 420 കിട്ടും. ഇതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി നമുക്ക് ഇതിനെ മൊത്തത്തിൽ 15 വെച്ച് ഡിവൈഡ് ചെയ്യാം. 15 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ -x² പ്ലസ് 3x പ്ലസ് 420 അല്ല 420 അല്ല 28 0 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് x² - 3x - 28 0 എന്ന് ചെയ്യാം. അതായത് ഏതൊക്കെയോ രണ്ടെണ്ണം ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് -3 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -28 കിട്ടും. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും x + 4 x - 7 ആ വാല്യൂസ്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ -b ± √b² - 4ac by 2a എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഏത് മെത്തേഡ് യൂസ് ചെയ്താലും നമുക്ക് ഇത് സോൾവ് ചെയ്ത് കിട്ടും. അപ്പോ ഇതിങ്ങനെ സോൾവ് ചെയ്തതിനു ശേഷം നമുക്കൊരു കാര്യം മനസ്സിലായി. എക്സിന്റെ വാല്യൂ ഒന്നുകിൽ -4 ആണ്, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ് 7 ആണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ വീണ്ടും ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. -30x പ്ലസ് 45. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്, -30x പ്ലസ് 45. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ അറിയാം എക്സ് ഒന്നുകിൽ -4 ആണ്, അല്ലെങ്കിൽ എക്സ് ഒന്നുകിൽ 7 ആണ്. ഈ രണ്ട് കണ്ടീഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എക്സ് -4 ആവുന്ന കണ്ടീഷനിൽ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്താണെന്ന് നോക്കാം. -30 × -4 പ്ലസ് 45 = 165 ആണ്. എക്സ് 7 ആവുന്ന കണ്ടീഷനിൽ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് -30 × 7 പ്ലസ് 45 ആണ്. അതെന്ന് പറയുന്നത് -165 ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് >0 ഇത് <0 ആണ്. >0 ആണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? കോൺവെക്സ് ഫംഗ്ഷനും റിലേറ്റീവ് മിനിമം ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, റിലേറ്റീവ് മിനിമവും കോൺകേവ് അപ്വേർഡും ആണ് എന്ന് പറയുന്നത് കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. കോൺകേവ് ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ഫംഗ്ഷൻ തന്നെയാണ്, റിലേറ്റീവ് മിനിമം ആണ്. ഓക്കെ, എക്സ് -4 ആവുന്ന സമയത്ത് നമുക്കൊരു റിലേറ്റീവ് മിനിമവും കിട്ടും. എക്സ് 7 ആവുന്ന സമയത്ത് ഒരു റിലേറ്റീവ് മാക്സിമം നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് അനലൈസ് ചെയ്തെടുക്കാൻ നമുക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമം നമുക്ക് പഠിക്കാനുള്ളത്. ഇനി പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. ഏത് പോയിന്റിൽ നിന്നാണ് കർവ് ചേഞ്ച് ചെയ്യുന്നത്? ഏത് പോയിന്റിൽ നിന്നാണ് കോൺകേവ് ആവുന്നത്, കോൺവെക്സ് ആവുന്നത്, ഏത് പോയിന്റിൽ നിന്നാണെന്നാണ് നമുക്ക് പറയുന്നത്. ആ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എക്സിന്റെ വാല്യൂ ആയിരിക്കും പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. x = a എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ ഇല്ലേ, അതാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനും സ്റ്റെപ്പുകൾ സെയിം തന്നെയാണ്. അതായത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ കണ്ടുപിടിക്കുക, അതിന് ഇക്വേറ്റ് 0 കണ്ടുപിടിക്കുക, ആദ്യത്തെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. ഇഫ് ഇറ്റ്സ് >0 റിലേറ്റീവ് മിനിമം കോൺവെക്സ് ഫംഗ്ഷൻ ആണ്. ഇഫ് ഇറ്റ്സ് <0 റിലേറ്റീവ് മാക്സിമം കോൺകേവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതാണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഇവിടുത്തെ ആവശ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് ഷേപ്പ് ആണ്. ഓക്കെ, ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ വാല്യൂവിനനുസരിച്ചിട്ടായിരിക്കും ഈ കർവിന്റെ ഷേപ്പ്. ഇപ്പൊ f' 0 ആണെങ്കിൽ f' 0 ആവുന്ന കണ്ടീഷൻസിലാണെങ്കിൽ
ആ കർവിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, കണ്ടോ? ഇപ്പൊ ഇങ്ങനെ പോകുന്നു. എഫ് ഡാഷ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇങ്ങനെയും, എഫ് ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എഫ് ഡാഷ് ഫിസിക്കൽ ടു 0 ആണോ, ഗ്രേറ്റർ ദാൻ 0 ആണോ, ലെസ് ദാൻ 0 ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ബാക്കി എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0യുടെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനകത്ത് എഫ് ഡബിൾ ഡാഷ് 0 എന്തായിരിക്കും? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എല്ലാ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനും വരുന്നത്. ഓക്കെ, അതിനനുസരിച്ച് പോയിന്റ് ഓഫ് കർവേച്ചർ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണെന്നനുസരിച്ച് പോയിന്റ് ഓഫ് കർവേച്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അറ്റ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാം. 6x² മൈനസ് 108x പ്ലസ് 480. അപ്പൊ ഇതിനെ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 6x² മൈനസ് 108x പ്ലസ് 480 ഈക്വൽ ടു 0. 6 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x² മൈനസ് 18x പ്ലസ് 80 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 18 കിട്ടും, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 80 കിട്ടും. അപ്പൊ അത് നമുക്ക് x മൈനസ് 8ഉം x മൈനസ് 10ഉം ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് മനസ്സിലായി ഒന്നുകിൽ x ഇസിക്കൽ ടു 8 അല്ലെങ്കിൽ x ഇസിക്കൽ ടു 10. ഇതാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഇതാ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം. 12x മൈനസ് 108 ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഇട്ട് കൊടുക്കുന്നു. ഒന്നുകിൽ എക്സ് ഇസിക്കൽ ടു 8 അല്ലെങ്കിൽ എക്സ് ഇസിക്കൽ ടു 10 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് 12x മൈനസ് 108 ആണ്. അപ്പോ then എക്സ് ഇസിക്കൽ ടു 8 എഫ് ഡബിൾ ഡാഷ് എക്സ് എന്തായിട്ട് മാറുന്നു? 12 into 8 minus 108 equal to minus 12 ആയിട്ട് 96 മൈനസ് 108 എന്ന് പറയുന്നത് മൈനസ് 12 ആണ്. എക്സ് ഇസിക്കൽ ടു 10 ആവുമ്പോൾ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് 12 into 10 മൈനസ് 108 ആണ്, equal to പ്ലസ് 12 ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കിട്ടി. അപ്പോ റിലേറ്റീവ് മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്, റിലേറ്റീവ് ആർ മാക്സ് എന്ന് പറയുന്നത് അറ്റ് എക്സ് ഇസിക്കൽ ടു 8ഉം ആർ മിനിമം എന്ന് പറയുന്നത് അറ്റ് എക്സ് ഇസിക്കൽ ടു 10 എന്ന് നമുക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എവിടെയാണ് വരുന്നത്? എഫ് ഡബിൾ ഡാഷ് എക്സ് ഇസിക്കൽ ടു 0. സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റിലാണ് ഇൻഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 12x മൈനസ് 108 ഇസിക്കൽ ടു 0, എക്സ് ഇസിക്കൽ ടു 9. ഇതാണ് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് റിലേറ്റീവ് മാക്സ് ഓർ മിൻ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം എഫ് ഡബിൾ ഡാഷ് എക്സിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് എന്നിട്ട് ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ആ എക്സിന്റെ വാല്യൂ എന്താണോ അതാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇവിടെ എക്സ് ഇസിക്കൽ ടു 9 ആണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഒപ്റ്റിമൈസേഷൻ മെത്തേഡ്സിനെ കുറിച്ചാണ്. അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. ഒപ്റ്റിമൈസേഷൻ എന്താ നമ്മൾ ആദ്യമേ പറഞ്ഞു. മാക്സിമം എന്തെങ്കിലും നമ്മൾ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, റവന്യൂ മാക്സിമൈസേഷൻ ആണ്. മിനിമൈസേഷൻ വരുന്നത് കോസ്റ്റ് ആണ് നമുക്ക് ബേസിക്കലി എക്കണോമിക്സിനകത്ത് വരുന്നത്. ഒന്നുകിൽ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷന്റെ മിനിമൈസേഷനോ മാക്സിമൈസേഷനോ അല്ലെങ്കിൽ മൾട്ടി വേരിയബിൾ ഫംഗ്ഷന്റെ മിനിമൈസേഷനോ മാക്സിമൈസേഷനോ ആണ് നമുക്ക് ഒപ്റ്റിമൈസേഷൻ ആയിട്ട് എക്കണോമിക്സിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഉണ്ട്, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
സെയിം സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് എഫ് ഡാഷ് എക്സിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമവും, എഫ് ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേറ്റീവ് മാക്സിമം ആണോ മിനിമം ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ നമ്മൾ സഹായിക്കുന്നുണ്ട്. എക്കണോമിക്സിനകത്ത് യൂട്ടിലിറ്റി മാക്സിമൈസേഷനും പ്രോഫിറ്റ് മാക്സിമൈസേഷനും കോസ്റ്റ് മിനിമൈസേഷനും റവന്യൂ മാക്സിമൈസേഷനും ഒക്കെ നമ്മുടെ മാനേജർ ഡിസിഷൻ മേക്കിങ്ങിന്റെയും മൈക്രോ എക്കണോമിക്സിന്റെ ഫംഗ്ഷൻ പ്രോബ്ലംസിനെയും മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെ ഒക്കെ ബേസ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. ബേസിക്കലി നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇത് റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ റിലേറ്റീവ് മിനിമം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺകേവ് ഫംഗ്ഷനും കോൺവെക്സ് ഫംഗ്ഷനും ഉണ്ട്. ഈ കോൺകേവ് ഫംഗ്ഷൻ ഒരു മാക്സിമം അച്ചീവ് ചെയ്യുന്നുണ്ട്, കോൺകേവ് ഫംഗ്ഷന് ഏറ്റവും ഒരു മിനിമം ഉണ്ട്, വീണ്ടും അത് കയറി മാക്സിമത്തിൽ വരുന്നു. ഓക്കെ, ഒരു മിനിമം അച്ചീവ് ചെയ്യുന്നു. ഇങ്ങനെ ഇതിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതാണ് കണ്ടീഷൻ ഒക്കെ യൂസ് ചെയ്ത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ നമ്മൾ നെസസറി കണ്ടീഷൻ ആയിട്ടും സെക്കൻഡ് ഓർഡർ കണ്ടീഷനെ സഫിഷ്യന്റ് കണ്ടീഷനുമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഓർഡർ കണ്ടീഷനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എക്സിന് കിട്ടുന്ന വാല്യൂസ് ഉണ്ടല്ലോ, എ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന നമ്മൾ കിട്ടുന്ന വാല്യൂസിനെ നമുക്ക് അതിനകത്ത് ടേണിംഗ് പോയിന്റ്സ് എന്ന് നമ്മൾ പറയാം. ഈ ടേണിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ വാല്യൂസ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇതിന്റെ സ്റ്റെപ്പുകൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ദെൻ ഇക്വേറ്റ് ഇറ്റ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് എക്സിന് ഒരു വാല്യൂ കിട്ടും. എക്സിന് ഒന്നോ അതിൽ കൂടുതലോ വാല്യൂസ് കിട്ടും, അതവിടെ വെക്കുക. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനകത്തോട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്തതിന് ശേഷം എഫ് ഡബിൾ ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് കണ്ടുപിടിക്കുക. ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 0 നമുക്ക് മനസ്സിലാക്കാം ഫംഗ്ഷൻ മിനിമം ആണെന്ന്. ഇഫ് ഇറ്റ്സ് ലെസ് ദാൻ 0 നമുക്ക് മനസ്സിലാക്കാം ഫംഗ്ഷൻ മാക്സിമം ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പുകളാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇവിടുന്ന് കിട്ടിയിരിക്കുന്ന നമുക്ക് എക്സിന്റെ വാല്യൂ ഉണ്ടല്ലോ, അത് മെയിൻ ഫംഗ്ഷൻ ആയ എഫ് ഓഫ് എക്സിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ടല്ലോ, ഇത് നമുക്ക് എഫ് ഓഫ് എക്സിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം എഫ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മിനിമം വാല്യൂ, ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to x cube minus 3x plus 1. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 3x² മൈനസ് 3 ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലായി 3x² മൈനസ് 3 is equal to 0, 3x² is equal to 3, x² is equal to 1, x is equal to plus or minus 1. x² 1 ആവുമ്പോൾ -1ന്റെ സ്ക്വയറും +1ന്റെ സ്ക്വയറും രണ്ടും എന്താണ് 1 ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എക്സിനെ റൂട്ട് എടുക്കാൻ നേരത്ത് x is equal to plus or minus 1 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടി x is equal to plus or minus 1.
ഇത് നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് ചെയ്യുന്നു. എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോ 6x നമുക്ക് കിട്ടി. അപ്പൊ 6x എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ -1 ആണ്. അപ്പൊ എഫ് ഡബിൾ ഡാഷ് എക്സ് നമുക്ക് എങ്ങനെയാണെന്ന് എക്സ് ഇസിക്കൽ ടു 1 ആവുമ്പോൾ നമുക്ക് 6 ആയിട്ട് കിട്ടും. എഫ് ഡബിൾ ഡാഷ് എക്സ് -1 ആണെങ്കിൽ -6 ആയിട്ടും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എക്സ് ഇസിക്കൽ ടു 1 റിലേറ്റീവ് മിനിമവും എക്സ് ഇസിക്കൽ ടു 1 റിലേറ്റീവ് അല്ല മിനിമവും എക്സ് ഇസിക്കൽ ടു -1 മാക്സിമം ആണെന്ന് നമുക്ക് നമ്മുടെ നേരത്തെ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് മാക്സിമം ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മാക്സിമം വാല്യൂയും മിനിമം വാല്യൂ ആണ്. ഫംഗ്ഷൻ മിനിമം എക്സ് ഇസിക്കൽ ടു 1 മാക്സിമം എക്സ് ഇസിക്കൽ ടു -1 ആണ്. അപ്പൊ ഈ ഇക്വേഷനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 1 ഇട്ട് കൊടുക്കുന്നു. x³ - 3x + 1 ആവുന്ന കണ്ടീഷനിൽ എന്താന്ന് നോക്കാം. 1³ - 3 × 1 + 1 ഇസിക്കൽ ടു 1 - 3 + 1 ഇസിക്കൽ ടു -3. -1 ആണ് SLN തന്നിരിക്കുന്നത്, -3 ആട്ടോ. ഓക്കെ, അപ്പൊ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് എക്സ് 1 ആവുന്ന സമയത്താണ്. അത് എത്ര നമുക്ക് കിട്ടി. ഇപ്പൊ മാക്സിമം വാല്യൂ എക്സ് -1 ആവുന്ന സമയത്ത് എത്ര നോക്കാം. x³ - 3x + 1 -1³ - 3 × -1 + 1 ഇതെന്ന് പറയുന്നത് 1 - 1 + 3 × -1 ആവുന്നു. -1 എന്ന് പറയുന്നത് -1 തന്നെയാണ്. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആയിട്ട് മാറി. ഇവിടെ മൈനസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ കട്ടായി പോയിട്ട് 3 ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇക്വേഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 3ഉം മിനിമം വാല്യൂ എന്ന് പറയുന്നത് -3 ആണ്. ഇതെന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുന്നത് മാക്സിമം വാല്യൂ അച്ചീവ് ചെയ്യുന്നത് അറ്റ് എക്സ് ഇസിക്കൽ ടു -1 മിനിമം വാല്യൂ അച്ചീവ് ചെയ്യുന്നത് അറ്റ് എക്സ് ഇസിക്കൽ ടു 1 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മാക്സിമം മിനിമം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സെയിം പാറ്റേൺ ആണ് നമുക്ക് വരുന്നത്. സെയിം പാറ്റേണിൽ നമുക്ക് റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമം കണ്ടുപിടിക്കാം. ഇത് നമുക്ക് എക്കണോമിക്സിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. എക്കണോമിക്സിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ടോട്ടൽ റവന്യൂവിന്റെ ഇക്വേഷൻ ആണ്. ടോട്ടൽ റവന്യൂ തന്നിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ ഓഫ് എ ഫേം ഈസ് ഗിവൺ ബൈ TR = 40x - x². X is the output. Found output at which total revenue is maximum. ടോട്ടൽ റവന്യൂ മാക്സിമം ആവുന്ന ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? TR ഡാഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ 40 - 2x ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്ത് 0 40 - 2x = 0. അപ്പൊ നമുക്ക് മനസ്സിലായി 2x = 40, x = 20 എന്ന് നമുക്ക് കിട്ടി. എക്സിനെ നമ്മൾ കണ്ടുപിടിച്ചു 20. അടുത്തത് എസ് ഡബിൾ ഡാഷ് എക്സ്, അതായത് TR ഡബിൾ ഡാഷ് കിട്ടി. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 40 - 2x സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ TR ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 40 - 2x -2 ആയിട്ട് കിട്ടി. <0 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി മാക്സിമം ആണെന്ന്. അപ്പൊ മാക്സിമം TR കണ്ടുപിടിക്കണമെങ്കിൽ TRനകത്ത് നമ്മൾ എക്സിന്റെ വാല്യൂ 20 ഇട്ട് കൊടുക്കണം. 20 ഇട്ട് കൊടുക്കുന്നു. 20 ഇട്ട് കൊടുക്കുമ്പോൾ പ്രോഫിറ്റ് മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 20 ആണ്. അത് എക്സ് = 20 ആണ്.
മാക്സിമം റവന്യൂ എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 40 ഇൻറ്റു, അപ്പോൾ ടോട്ടൽ റവന്യൂ ഇസ്ക്വൽ ടു 40 ഇൻറ്റു 20 മൈനസ് 20 സ്ക്വയർ 800 മൈനസ് 400. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 400 ആണ്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ ഔട്ട്പുട്ട് അറ്റ് വിച്ച് ടോട്ടൽ റവന്യൂ ഇസ് മാക്സിമം. അതുകൊണ്ടാണ് നമ്മൾ ഏത് ഔട്ട്പുട്ട് ലെവലിലാണ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ ഔട്ട്പുട്ട് ലെവൽ എന്ന് പറയുന്നത് 20 ആണ്. എത്ര ടോട്ടൽ റവന്യൂ, മാക്സിമം ടോട്ടൽ റവന്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ഈ 400 ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് കോസ്റ്റ് ആണ്. കോസ്റ്റ് നമ്മൾ മിനിമൈസ് ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. സെയിം ഇതാണ്, നമ്മൾ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. 10x മൈനസ് 60 എന്ന് പറയുന്നതാണ്. അപ്പോൾ എക്സ് ഇസിക്കൽ ടു 0 ആയിട്ട് നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നു. 10x മൈനസ് 60 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. എക്സ് ഇസിക്കൽ ടു 6 ആയിട്ട് നമുക്ക് കിട്ടി. എക്സ് നമ്മൾ 6 ആയിട്ട് കണ്ടുപിടിച്ചു. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു, എഫ് ഡബിൾ ഡാഷ് എക്സ് 10 ആയിട്ട് നമുക്ക് കിട്ടി. 10 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. നമുക്ക് മനസ്സിലായി മിനിമം ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷന്റെ എക്സ് 6 ആവുന്ന സമയത്ത് കോസ്റ്റ് എപ്പോഴും മിനിമം ആയിട്ട് ഇരിക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മിനിമം കോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 5 ഇൻറ്റു 6 സ്ക്വയർ മൈനസ് 60 ഇൻറ്റു 6 പ്ലസ് 100 ഫിസിക്കൽ ടു 5 ഇൻറ്റു 36 മൈനസ് 360 പ്ലസ് 100. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മാക്സിമം മിനിമം സോൾവ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ അതൊരു പ്രൂഫാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഗിവൺ ദ ടോട്ടൽ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഫൗണ്ട് ദ ഔട്ട്പുട്ട് ലെവൽ അറ്റ് വിച്ച് ആവറേജ് വേരിയബിൾ കോസ്റ്റ് മിനിമം ആവുന്ന ലെവലാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റിനകത്ത് നമ്മൾ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കണം. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിച്ച് അതിനെ മിനിമൈസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഈ കറക്റ്റ് സോൾവ് വേണ്ടി. ആൻഡ് ഓൾസോ ഷോ ദാറ്റ് MC and ABC at this MC is equal to ABC at this total output. ഈ ഏറ്റവും ലോവസ്റ്റ് പോയിന്റില് MCയും ABCയും ഈക്വൽ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ നമുക്ക് തന്നിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റിനകത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ കമ്പോണൻസിനകത്ത് ഈ ഫിക്സ്ഡ് അതായത് കോൺസ്റ്റന്റ് കമ്പോണന്റ് വെച്ച് ബാക്കി എല്ലാം വരുന്നത് എന്താണ്, വേരിയബിൾസ് ആണ്. ഈ 8 മാത്രമാണ്. അപ്പൊ ടോട്ടൽ കോസ്റ്റിനകത്ത് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും ഉണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ഇതിനകത്ത് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റിനകത്ത് ആ 8 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. അപ്പൊ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 4q³ മൈനസ് 16q² പ്ലസ് 20q. അപ്പൊ ഇതിനകത്ത് മാത്രമേ വേരിയബിൾ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി അടങ്ങിയിട്ടുള്ളൂ. അതായത് പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ച് മാറുന്ന ക്വാണ്ടിറ്റി, അതാണ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അതിനകത്ത് ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിച്ചാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ Q. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 4q² മൈനസ് 16q പ്ലസ് 20. ഓക്കെ, ഇതാണ് നമ്മുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ മിനിമൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ മിനിമൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ABCയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്ക് മനസ്സിലായി 8q മൈനസ് 16. ഇതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ qന്റെ വാല്യൂ 2 ആയിട്ട് നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ ABCയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു.
സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 8 കിട്ടുന്നു. 8 is greater than 0. Greater than 0 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി മിനിമം ആണെന്ന്. ആൻഡ് ആ മിനിമം അച്ചീവ് ചെയ്യുന്നത് എവിടെയാണ്? Q is equal to 2 ആണ്. അപ്പൊ ABC-യുടെ മിനിമം ABC എത്ര നമ്മൾ കണ്ടുപിടിക്കണം? അപ്പോ മിനിമം ABC എന്ന് പറയുന്നത് 4Q² മൈനസ് 16Q പ്ലസ് 20 ഈ 2 ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? ABC നമ്മൾ Q ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ Q², അപ്പൊ 4 കിട്ടി. നമുക്ക് MC കണ്ടുപിടിക്കണം. MC എന്ന് പറയുന്നത് ഡെൽറ്റ TC/dQ ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ടോട്ടൽ കോസ്റ്റിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എന്ത്? MC എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്? 12Q² മൈനസ് 32Q ആണ് പ്ലസ് 20. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? Q is equal to 2 ഇട്ട് കൊടുക്കുന്നു. Q is equal to 2 ഇട്ട് കൊടുക്കുമ്പോൾ MC അറ്റ് Q is equal to 2 എന്ന് പറയുമ്പോൾ 12 into Q² പ്ലസ് മൈനസ് 32 into Q പ്ലസ് 20. 12 into Q² എന്ന് പറയുമ്പോൾ 4 മൈനസ് 32 into 2 പ്ലസ് 20. 48 മൈനസ് 64 plus 20 is equal to 68 minus 64 is equal to 4 കിട്ടും. ഓക്കെ, അപ്പൊ MC എന്ന് പറയുന്നത് 4 ആയിട്ട് കിട്ടി. നമ്മൾ ആദ്യമേ ABC അറ്റ് Q is equal to 2 എന്ന് പറയുന്നതും 4 ആയിട്ട് നമുക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പോ ഏറ്റവും മിനിമം ABC-യില് MC is equal to ABC ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ABC-യെ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കണ്ടുപിടിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ Q ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടും. ഓക്കെ, ഈ ആവറേജ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക, മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. ടോട്ടൽ കോസ്റ്റിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്, MC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ഈ ആവറേജ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റിന്റെ മിനിമവും സെയിം ആണെന്ന് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെയാണ് അത് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു പ്രോഫിറ്റ് നമുക്ക് മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് ടോട്ടൽ റവന്യൂ തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ റവന്യൂ മാക്സിമൈസ് ചെയ്യണം. ഓക്കെ, ഈ കണക്കിനകത്ത് ടോട്ടൽ റവന്യൂ തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റിന് മാക്സിമം ആണ് കണ്ടുപിടിക്കാനുള്ളത് ഫേമിന്റെ. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂ മൈനസ് കോസ്റ്റ് ആണ്. പ്രോഫിറ്റിന്റെ സിമ്പിൾ ആണ് നമ്മൾ പൈ ആയിട്ട് ഇടുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ റവന്യൂ എന്ന് പറയുന്നത് 6400Q മൈനസ് 20Q² ആണ്, മൈനസ് Q³ മൈനസ് 5Q² മൈനസ് 400Q മൈനസ് 5200. ഓക്കെ, മൈനസ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് എല്ലാം നെഗറ്റീവ് ആണ്, നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആണ്. പിന്നെ സോൾവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി Q മൈനസ് Q³ മൈനസ് 15Q² പ്ലസ് 6000Q മൈനസ് 52,000. ഇതാണ് പ്രോഫിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് പ്രോഫിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 3Q² മൈനസ് 15Q പ്ലസ് 6000.
ഇനി ഇതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൊത്തത്തിൽ നമുക്ക് -3 വെച്ച് ഡിവൈഡ് ചെയ്യാം. q² - 5q പ്ലസ് 5q -6000 2000 0. നമ്മൾ കാരണം ഇതിനെ മൊത്തത്തിൽ -3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തല്ലോ. അപ്പോ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ q + 50 ആൻഡ് q - 40 ആണ് ഇതിന്റെ ഫാക്ടേഴ്സ് മനസ്സിലായി. അതിനർത്ഥം q = -15 or q = 40 ആണ് വാല്യൂസ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് പോന്നു. 5 ഡബിൾ ഡാഷ് -6q - 30. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. -6q - 30. ഓക്കെ, നമുക്കറിയാം ക്യൂവിന്റെ വാല്യൂസ് ആയിട്ടുള്ള -15 +40 നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോ ആദ്യം 50 ആവുമ്പോ എന്താണ്? -6 × 50 - 30 = 300 -50 അല്ലേ? അപ്പൊ 2 കൂടെ -300 - 30 പിന്നെ 270 കിട്ടും. ഓക്കെ, 270 എന്ന് പറയുന്നത് >0 ആണ്. അപ്പൊ മിനിമം q = -50 മിനിമം അച്ചീവ് ചെയ്യുന്നത്. q = -50 മിനിമം അച്ചീവ് ചെയ്തു. ഇനി 40 ഇട്ട് കൊടുക്കാം. പൈക്കകത്ത് -6 × 40 - 30 -240 - 30 -270. ഓക്കെ, ഇത് <0 ആണ്. അപ്പൊ മാക്സിമം അച്ചീവ് ചെയ്യുന്നത് q = 40 മാക്സിമം അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മിനിമം അച്ചീവ് ചെയ്യുന്നത് q = 50, മാക്സിമം അച്ചീവ് ചെയ്യുന്നത് q = 40 ഇത് നമുക്ക് മാക്സിമം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഇക്വേഷനകത്ത് ഈ ഇക്വേഷനകത്ത് 40 ഇട്ട് കൊടുക്കാം. ഓക്കെ, -q³ -15q² +6000q +52,000 -52,000. ഇതിനകത്തോട്ട് 40 ഇട്ട് കൊടുക്കുക. ആ 40 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 1,00,000 എന്നുള്ള. ഇതാണ് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്നത് എപ്പോഴാണ്? when q is at 40. ഓക്കെ, നമ്മൾ 40 യൂണിറ്റ്സ് വിൽക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മാക്സിമം പ്രോഫിറ്റ് കഴിയുന്നത്. ഇതാണ് പറയുന്നത്. അടുത്ത നമുക്ക് മൾട്ടിവേരിയറ്റ് ഫംഗ്ഷന്റെ ഒപ്റ്റിമൈസേഷൻ ആണ് പഠിക്കുന്നത്. നമ്മൾ ഇത്ര നേരം എക്സ് മാത്രമുള്ള ഫംഗ്ഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മൾട്ടിവേരിയബിൾ ഫംഗ്ഷൻ ആണ്. അപ്പൊ എക്സും വൈയും വരും. ഓക്കെ, അപ്പൊ പാർഷ്യൽ ഇപ്പൊ നമ്മൾ ഇത്ര നേരം ഡിഫറൻസിയേഷൻ ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. നമുക്ക് അടുത്തായിട്ട് കാണാനുള്ളത് ഒപ്റ്റിമൈസേഷൻ ഓഫ് എ മൾട്ടിവേരിയബിൾ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതായത് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് എക്സ് മാത്രമുള്ള ഫംഗ്ഷൻസ് ആയിരുന്നു. ഇനി എക്സും വൈയും ഇവിടെ ഉള്ള അല്ലെങ്കിൽ വേറെ 2 വേരിയബിൾസ് വരുന്ന ഫംഗ്ഷൻസ് ആണ്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാർഷ്യൽ ഡിഫറൻസിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ കൺസ്ട്രെയിൻസിനകത്തും നമ്മളുടെ കണ്ടീഷൻസിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോ ഫസ്റ്റ് നമുക്ക് മാക്സിമം കണ്ടുപിടിക്കാനുള്ള മൾട്ടിവേരിയറ്റ് ഫംഗ്ഷനിലെ ഫംഗ്ഷൻസ് നോക്കാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഒരു f(x) ആയിരുന്നു നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇനി നമുക്ക് 2 എണ്ണം വരും. കാരണം എന്ന് പറഞ്ഞാൽ f(x)ഉം വരും, f'(x)ഉം വരും, f'(y)യും വരും. ഓക്കെ, അപ്പൊ ഇത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആയതുകൊണ്ട് തന്നെ ∂x-ഉം ∂u/, അതായത് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് u = f(x), y ആണെങ്കിൽ
ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സും, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈയും ആണ്. ഓക്കെ, ഇതിന്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ, ഈ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ വീണ്ടും ഒന്നുകൂടെ ഡിഫറൻസിയേഷൻ, പാർഷ്യൽ ഡിഫറൻസിയേഷൻ എക്സിന്റെ ബേസിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ്ട് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും കിട്ടും. ഓക്കെ, ഇനി ഈ ഡോ യു ബൈ ഡോ വൈ, അതായത് വൈയുടെ ബേസിൽ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ വൈയുടെ ബേസിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറും കിട്ടും. ഓക്കെ, ഇതിനെ നമ്മുടെ സാധാരണ ടേംസിൽ നമ്മൾ പറയുന്നത് എഫ് എക്സ് എന്നും എഫ് വൈ എന്നും, അത് ഫസ്റ്റ് ഡെറിവേറ്റീവിന്, എഫ് എക്സ് എക്സ് എഫ് എക്സ് വൈനെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് കാണാനുള്ളത് എഫ് എക്സ് വൈ ആണ്, അല്ലെങ്കിൽ ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ എക്സ് വൈ, അല്ലെങ്കിൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ വൈ ഡോ എക്സ്. ഓക്കെ, ഇത് രണ്ടും ഇത് മൂന്നും സെയിം ഒരു സാധനത്തെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് എക്സിൽ ഡെറിവേറ്റ് ചെയ്ത ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമ്മൾ ഇതിനെ ഡോ സ്ക്വയർ യു ബൈ ഇതിനെ വീണ്ടും വൈ വെച്ച് നമ്മൾ വീണ്ടും ഡെറിവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വീണ്ടും ഡോ എക്സ് വെച്ചിട്ട് ഈ വൈ വെച്ച് ചെയ്തതിനെ വീണ്ടും ഡെറിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ, അല്ലെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് കിട്ടുന്നത്. രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന ടേം എന്ന് പറയുന്നത് എഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് വൈ എക്സ്. അതായത് ഫസ്റ്റ് എക്സിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പിന്നെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, വൈയുടെ ടേംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അതാണ് ഇത്. ഓക്കെ, ഇതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? അപ്പൊ നമ്മൾ വേരിയബിൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വേരിയബിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കുന്നു, അതിനെ ഇക്വേറ്റ് ടു 0 ചെയ്യുന്നു. ഇത് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ആണ് സഫിഷ്യന്റ് കണ്ടീഷൻ. ഇതിനകത്ത് സഫിഷ്യന്റ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, സെക്കൻഡ് ഡെറിവേറ്റീവ്സ് രണ്ടും ലെസ് ദാൻ 0 ആയിരിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ്സ് രണ്ടും ലെസ് ദാൻ 0 ആയിരിക്കണം. പിന്നെ ഇതിന്റെ ഒരു ഡിറ്റർമിനന്റ് കണ്ടീഷൻ കൂടെ നമ്മൾ പറയുന്നുണ്ട്. അതായത് എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ, അതായത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഫ് എക്സ് വൈയുടെ സ്ക്വയർ നിന്ന് കുറയ്ക്കാം. ഓക്കെ, എഫ് എക്സ് എസ് ചെയ്തു, എഫ് വൈ വൈ ചെയ്തു, അതിനെ എഫ് വൈ എക്സ് വൈയുടെ സ്ക്വയർ അതിനെ വീണ്ടും സ്ക്വയർ ചെയ്തിട്ട് അത് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അത് മിനിമം കണ്ടീഷനും മാക്സിമം കണ്ടീഷനും ഗ്രേറ്റർ ദാൻ 0 തന്നെ ആയിരിക്കണം. ഓക്കെ, മാക്സിമം കണ്ടീഷന് ഈ സഫിഷ്യന്റ് കണ്ടീഷൻ ആയിട്ടുള്ള സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഷുഡ് ബി ലെസ് ദാൻ 0യും മിനിമം കണ്ടീഷന് ഇവിടെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0യും ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ. ഓക്കെ, ഇതും കൂടെ വന്നാൽ മാത്രമേ നമുക്ക് ഒപ്റ്റിമൈസേഷൻ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻ കേസ് അത് കംപ്ലീറ്റ് ആയില്ല എങ്കിൽ, ഇഫ് ഇറ്റ്സ് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ കഴിഞ്ഞ് ഡിറ്റർമിനന്റ് കണ്ടീഷൻ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് സാഡിൽ പോയിന്റ് കണ്ടീഷനും ഈ ഡിറ്റർമിനന്റ് കണ്ടീഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ നോ ക്ലിയർ ഇൻഫർമേഷനും ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, നോ ക്ലിയർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന കണ്ടീഷനാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ റിലേറ്റീവ് മാക്സിമം റിലേറ്റീവ് മിനിമത്തിനകത്ത് നമ്മൾ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ചെയ്യുന്നു. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ചെയ്തിട്ട് അതിനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. എന്നിട്ട് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്നു. അത് ലെസ് ദാൻ 0 ആണെങ്കിൽ മിനിമം എന്നും, അല്ല മാക്സിമം എന്നും, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഒരു സെക്കൻഡ് ഓർഡർ ഒരു ഡിറ്റർമിനന്റ് കണ്ടീഷൻ കൂടെ ഉണ്ട്. ഡിറ്റർമിനന്റ് കണ്ടീഷൻ രണ്ടിലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 0 സാഡിൽ പോയിന്റും, ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 നോ ക്ലിയർ ഇൻഫർമേഷൻ അബൌട്ട് ദ ഫംഗ്ഷനുമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഒരു കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം. കണക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, z is equal to
48x minus 4x square minus 2y square plus 16x plus 12y. Okay. ഇപ്പൊ ഡോ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ് ചെയ്യുന്നു. ഇപ്പൊ എക്സിന്റെ ഡിഫറൻസിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ വൈ ടേംസ് എല്ലാം 0 ആയി പോകുന്നു. ഫസ്റ്റ് 0 minus 8x minus 0 plus 16 plus 0. Okay. അപ്പൊ minus 8x plus 16 കിട്ടി. ഇതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x is equal to 2 എന്ന് കിട്ടും. ഇപ്പൊ ഡോ സെറ്റ് ബൈ ഡോ വൈ ചെയ്യുന്നു. അപ്പൊ എക്സിന്റെ ടേംസ് എല്ലാം 0 ആയിട്ട് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. 0 minus 0 minus 4y plus 0 plus 12 കിട്ടും. മൈനസ് 4y plus 12 is equal to 0 ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. y is equal to 3 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻസ് വെച്ചിട്ട് x is equal to 2 എന്നും y is equal to 3 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഡോ സ്ക്വയർ y ബൈ ഡോ എക്സ് സ്ക്വയർ. ഓക്കെ. അപ്പൊ അതിനു വേണ്ടി ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എക്സിന്റെ ടേംസിൽ. എക്സിന്റെ ടേംസിൽ ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൻസർ എന്ന് പറയുന്നത് -8 ആണ്. ഇതിനെ നമ്മൾ ഒന്നുകൂടെ വൈയുടെ ടേംസിൽ വൈയെ തന്നെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും -4. അത് ഓക്കെ. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ -8ഉം -4ഉം ആയിട്ട് കിട്ടി. രണ്ടും ലെസ് ദാൻ 0 ആണ്. ഓക്കെ. ഇത് മാത്രം പോരാ, നമുക്ക് ഇതിനെ ഏതെങ്കിലും ഒരെണ്ണത്തെ നമുക്ക് വേറൊന്നിന്റെ ടേംസിൽ, ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ ചെയ്താലും ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് ചെയ്താലും രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഡോ എക്സ് ബൈ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, വൈയുടെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 0 ആൻസർ കിട്ടി. ഓക്കെ. അപ്പൊ ഇത് രണ്ടും ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആയിട്ട് തന്നെ നമ്മൾ മാക്സിമം ആണെന്ന്, നമുക്ക് കണ്ടീഷൻ മാക്സിമം ആണെന്ന് നമുക്ക് ഒരു പകുതി വരെ നമുക്ക് കിട്ടി. ഇനി നെസസറി കണ്ടീഷൻ ആയിട്ടുള്ള f(x(x) ഇൻറ്റു f(y(y) മൈനസ് f(x(y) സ്ക്വയർ ആണ്. f(x(y) ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ. 0 ആയിട്ട്. അപ്പൊ f(x(x) എന്ന് പറയുന്നത് -8 ഇൻറ്റു -4 -0 സ്ക്വയർ ഇസിക്കൽ ടു 32. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് കണ്ടീഷനും എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിറ്റർമിനന്റ് കണ്ടീഷനൂടെ സാറ്റിസ്ഫൈ ആയി കഴിയുമ്പോഴത്തേനും നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇത് റിലേറ്റീവ് മാക്സിമം തന്നെയാണ്. ഓക്കെ. അപ്പൊ സെക്കൻഡ് ഓർഡർ കണ്ടീഷനും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ മാക്സിമം ആണ് വാല്യൂ എന്ന് പറയുന്നത്. മാക്സിമം വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ ഇസഡിനകത്തോട്ട് നമ്മൾ എന്താ പറയാ, എക്സ് ഇസിക്കൽ ടു 2 എന്നും വൈ ഇസിക്കൽ ടു 3 എന്നും പറയുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കുക. ആ വാല്യൂസ് ഇസഡിനകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 82 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിവേരിയേറ്റ് കണ്ടീഷൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം മിനിമവും കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത വേറൊരു പ്രോബ്ലം ആണ്. ഇതിനകത്ത് നമ്മൾ റിലേറ്റീവ് മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. റിലേറ്റീവ് മാക്സിമം മിനിമം അല്ല, മാക്സിമം അല്ലെങ്കിൽ മിനിമം. മൾട്ടിവേരിയേറ്റ് ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക്. അപ്പൊ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കഴിയും. അപ്പൊ ഇസഡ് ഇസിക്കൽ ടു -x² + xy -y² + 2x + y എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് നമ്മൾ ചെയ്യുന്നു. -2x + y + 1, ബാക്കിയെല്ലാം 0 ആയിട്ട് പോകും. +2 ഡോ ഇസഡ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ നമുക്ക് x - 2y + 1 കിട്ടും. ഓക്കെ. ഇത് ഫസ്റ്റ് ഇക്വേഷനും
ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുത്ത് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്തെടുക്കണം. എക്സിന്റെ വൈയുടെ വാല്യൂ നമുക്ക് എന്തായാലും കിട്ടിയേ പറ്റും, എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കിട്ടി, സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷനിലേക്ക് നമ്മൾ -2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ ഇക്വേഷൻ x - 2y + 1 എന്ന് പറയുന്നത് -2x + 4y - 2 ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതിനകത്ത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 ക്യാൻസൽ, ഈ എക്സിന്റെ ടേംസ് ക്യാൻസൽ ആയി പോവുകയും 3y = 4 എന്നുള്ളതിനകത്ത് y = 4/3 എന്ന് നമുക്ക് y = 4/3 നമ്മൾ സോൾവ് ചെയ്തെടുത്തു. എന്നിട്ട് ആ y = 4/3 ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ടുപോയി ഇട്ട് കഴിയുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാവും എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5/3 ആയിട്ട് നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ എക്സിന്റെ വാല്യൂവും വൈയുടെ വാല്യൂവും നമുക്ക് കിട്ടി. ഇനിയിപ്പോ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് പോകണം. സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് <0 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് മാക്സ് കണ്ടീഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ മാക്സ് കണ്ടീഷൻ ആണോ എന്ന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ഡെറിവേറ്റീവ്സ് എക്സിന്റെ ടേംസിലും വൈ ടേംസിലും എക്സിനെ വൈ ടേംസിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ രണ്ട് ആണ് നമ്മൾ എടുക്കുന്നത് മെയിൻ ആയിട്ട്. മാക്സ് കണ്ടീഷൻ ആണോ മെയിൻ കണ്ടീഷൻ അറിയാൻ വേണ്ടി. ഇനി ഇപ്പൊ ഡിറ്റർമിനന്റ് കണ്ടീഷൻ ഉണ്ട്, ആ ഡിറ്റർമിനന്റ് കണ്ടീഷൻ അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അതും പോസിറ്റീവ് ആണ്, >0. അപ്പൊ നമുക്ക് ഈ മാക്സ് കണ്ടീഷൻ കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടും, അടുത്ത നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് മാക്സിമം ഇസഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു. x = 5/3 y = 4/3 ഇട്ട് കൊടുക്കുന്നു ഇക്വേഷനകത്ത്. അപ്പൊ നമുക്ക് ഇക്വേഷനകത്ത് എന്ത് ചെയ്യുന്നു, മാക്സിമം ഇസഡ് നമുക്ക്. അപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പാർഷ്യൽ ഡിഫറൻസ് ചെയ്തിട്ട് എക്സിന്റെ ടേംസിനും വൈയുടെ ടേംസിനും സോൾവ് ചെയ്തെടുക്കുക. എന്നിട്ട് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. എന്നിട്ട് ഡിറ്റർമിനന്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതാണ് അതിന്റെ മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിലേക്ക് നമുക്ക് നടക്കാം. A monopolist sells 2 products. അപ്പൊ അയാൾക്ക് 2 പ്രോഡക്റ്റ് ഉണ്ട്, എക്സും വൈ, ഫോർ വിച്ച് ദ ഡിമാൻഡ് ഫങ്ഷൻസ് ആർ x = 0.25 px y = 30 - py. ഓക്കെ, ഇതിന്റെ ഇവർ രണ്ടിന്റെ കമ്പൈൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് x² + 2xy + y² + 20 ആണ്. അപ്പോൾ ഇതിന്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഫോർ ഈച്ച് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. പിന്നെ മാക്സിമം പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ 3 എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോഫിറ്റ് എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ TR1 + TR2 മൈനസ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, നമുക്കിവിടെ ടോട്ടൽ കോസ്റ്റ് അങ്ങനെ ഉണ്ട്. TR1ഉം TR2ഉം നമുക്ക് തന്നിട്ടില്ല. ആദ്യമേ നമുക്ക് TR1 കണ്ടുപിടിക്കാം. TR1 എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് x × x ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് PX അറിയത്തില്ല. PX പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, PX-നെ സോൾവ് ചെയ്തെടുക്കണം. PX-നെ സോൾവ് ചെയ്യാൻ വേണ്ടി x = 25 - 0.5 px ആണ്. എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 0.5 px = 25 - x ആണ്. ഓക്കെ, രണ്ട് സൈഡിലും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോ px = 50 - 2x ആയിട്ട് മാറും. അപ്പൊ നമുക്ക് px കിട്ടി. px-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 50 - 2x. ഓക്കെ, ഈ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് px × x ആണ്. അപ്പോ 50 - 2x × x ചെയ്യുന്നു. ഇപ്പൊ TR1 എന്ന് പറയുന്നത് 50x -
2x² ആയിട്ട് മാറും. ഇതേപോലെ തന്നെ പി വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. പി വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 30 മൈനസ് വൈ 30y മൈനസ് y² ആണ്. ഓക്കെ, പി വൈ TR2 എന്ന് പറയുന്നത് 50x മൈനസ് 2x² ആണ്. അപ്പോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50x മൈനസ് 3x² പ്ലസ് 30y മൈനസ് y² മൈനസ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ x² മൈനസ് 2xy മൈനസ് y² മൈനസ് 20. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50x മൈനസ് 3x² പ്ലസ് 30y മൈനസ് 2y² മൈനസ് 20 ആയിട്ട് മാറും. ഇത് റീഅറേഞ്ച് ചെയ്ത് ജസ്റ്റ് എടുത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ 2y² ഈ 2y² നമ്മൾ ആഡ് ചെയ്യാം, ഈ y² ഈ y² നമ്മൾ ആഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഡോ പ്രോഫിറ്റ് ബൈ ഡോ എക്സും ഡോ പ്രോഫിറ്റ് ബൈ ഡോ വൈയും ചെയ്യണം. എന്നിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അതിനെ ഈക്വൽ ടു 0 ചെയ്തിട്ട് എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനടുത്ത സ്റ്റെപ്പായിട്ട് ഡോ സ്ക്വയർ പൈ ബൈ ഡോ എക്സും ഡോ സ്ക്വയർ പൈ ബൈ ഡോ വൈയും പിന്നെ ഡോ സ്ക്വയർ, ഇത് രണ്ടും പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കുക. സിൻസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിട്ട് <0 ആയിരിക്കണം. ലാസ്റ്റ് ആയിട്ട് ഡിറ്റർമിൻ കണ്ടീഷൻ നോക്കുക. ഡോ സ്ക്വയർ എക്സും ഡോ സ്ക്വയർ പൈ ബൈ ഡോ x² ഡോ സ്ക്വയർ പൈ ബൈ ഡോ y² നമ്മുടെ ഉള്ളതുകൊണ്ട് അടുത്ത ഡോ സ്ക്വയർ പൈ ബൈ ഡോ എക്സ് ഡോ വൈ ചെയ്യുക. ഓക്കെ, ഇത് എല്ലാം സോൾവ് ചെയ്തതിനു ശേഷം ഡിറ്റർമിൻ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡോ പൈ ബൈ ഡോ എക്സ് ചെയ്തു. ഡോ പൈ ബൈ ഡോ എക്സ് ചെയ്തപ്പോൾ നമുക്ക് 50 മൈനസ് 6x പിന്നെ ഇവിടുന്ന് മൈനസ് 2y നമുക്ക് കിട്ടി. ഇതാണ് എക്സിന്റെ ടേംസ്, ഈ 3 ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഡോ എക്സ് ബൈ ഡോ പൈ ബൈ ഡോ എക്സും ഡോ പൈ ബൈ ഡോ വൈ, ഇത് ഡോ വൈ ആണ്. 30y മൈനസ് 4y മൈനസ് 2x. ഓക്കെ, അത് രണ്ടും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷൻസിനെ 3ഉം 4ഉം ആയിട്ടും എടുത്തിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഓക്കെ, ഈ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഈക്വൽ ടു 0 ഇട്ടിട്ട് നമ്മൾ 6x മൈനസ് 2y ഇസിക്കൽ ടു 50യും 2x മൈനസ് 4y ഇസിക്കൽ ടു 30 ആയിട്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഓക്കെ, എന്നിട്ട് ഇക്വേഷൻ 2നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്തതിനു ശേഷം ഇക്വേഷൻ 3 ഇക്വേഷൻ 4 രണ്ടും കണ്ടുപിടിച്ച് നമ്മൾ വെച്ചു. ഓക്കെ, ഇത് 30 ഉണ്ടായിരുന്നേ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആയിട്ടും വൈയുടെ വാല്യൂ 4 ആയിട്ടും കണ്ടുപിടിച്ചു. നമ്മൾ നേരത്തെ ചെയ്ത തന്നെ സബ്ട്രാക്ഷൻ മെത്തേഡ്, ഒരു ഇക്വേഷനെ മറ്റൊരു ഇക്വേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് സോൾവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6x പ്ലസ് 2y ഇസിക്കൽ ടു 15 നമ്മൾ കണ്ടുപിടിച്ചു. 2x പ്ലസ് 4y ഇസിക്കൽ ടു 30 എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12x പ്ലസ് 4y ഇസിക്കൽ ടു 100 എന്ന് കിട്ടും. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 10x ഇസിക്കൽ ടു 70 എന്ന് കിട്ടും. അപ്പൊ x ഇസിക്കൽ ടു 70. എക്സിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്തൂടെ? എക്സ് കിട്ടിക്കഴിഞ്ഞാൽ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആദ്യത്തെ ഇക്വേഷനിലോ അത് ഈ ഇക്വേഷനിലോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാം. y എന്ന് പറയുന്നത് 4 ആയിട്ട് നമ്മൾ സോൾവ് ചെയ്തെടുക്കും. അടുത്തത് സെക്കൻഡ് ഓർഡർ കണ്ടീഷൻസ് ആണ്. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷനെ വീണ്ടും എക്സിന്റെ ടേമിലും ഈ ഇക്വേഷനെ വൈ ടേംസിലും നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിട്ട് -6 -4 അത് രണ്ടും <0 ആണ്. അപ്പൊ മിനിമം കണ്ടീഷൻ ആവുന്നുണ്ടോ നമുക്ക്. ഇനി ഡിറ്റർമിൻ കണ്ടീഷൻ കൂടെ നോക്കിയാൽ മതി. ഡിറ്റർമിൻ കണ്ടീഷൻ ∂2 π/∂x ∂y നമ്മൾ വീണ്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് -2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അത് അപ്പോ ഈക്വേഷനിൽ അത് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ എക്സ് അല്ല, ഇത് മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആണ്. ഓക്കെ, -6 × -4 -24 -4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് -2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് -4 = ഇത് +24 ഇത് -4 ആണ്. 20 = ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നമുക്ക് ഈ രണ്ട് കണ്ടീഷനും <0 കിട്ടി. അപ്പൊ മിനിമം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഡിറ്റർമിൻ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് <0. ഓക്കെ, അപ്പൊ മിനിമം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് അവസാനം കണ്ടുപിടിക്കേണ്ടത് മിനിമം അല്ല മാക്സിമം ആണെന്ന്. <0 അല്ലേ? <0 ആകുമ്പോൾ സോറി മിനിമം അല്ല, ഇത് രണ്ട് കണ്ടീഷനും <0 ആണ്. അപ്പോൾ മാക്സിമം ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഡിറ്റർമിൻ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് <0 ആയിട്ട്. ഓക്കെ, അപ്പൊ അതും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെ മാക്സിമം പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ മാക്സിമം പ്രോഫിറ്റ് എത്ര എന്ന് അറിയാൻ വേണ്ടി x = 7 y = 4 ആദ്യത്തെ പ്രോഫിറ്റ് കണ്ടീഷൻ നമ്മൾ TR1 നിന്ന് TR2 TR1 കൂടെ സബ്മ ചെയ്തിട്ട് TC സബ്ട്രാക്ട് ചെയ്ത് ആ പ്രോഫിറ്റ് കണ്ടീഷനിലേക്ക് x = 7 y = 4 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം പ്രോഫിറ്റ്. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വഴി നമുക്ക് മൾട്ടിവേരിയേറ്റ് ഫംഗ്ഷന്റെ മാക്സിമം ആണോ മിനിമം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കൺസ്ട്രെയിന്റ് ഒപ്റ്റിമൈസേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. കൺസ്ട്രെയിന്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു കൺസ്ട്രെയിന്റ് ബേസിൽ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. പക്ഷെ ഒപ്റ്റിമൈസേഷൻ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഒരു കൺസ്ട്രെയിന്റ് ബേസിൽ, അപ്പൊ നമുക്ക് റിയൽ ലൈഫിലാണെങ്കിലും നമുക്ക് കോസ്റ്റ് ആണ് മിനിമൈസ് ചെയ്യേണ്ടെങ്കിലും കോസ്റ്റിന് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ ബഡ്ജറ്റിനകത്ത് വന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോ നമുക്ക് കൺസ്ട്രെയിന്റ് ഒപ്റ്റിമൈസേഷൻ രണ്ട് തരത്തിൽ റിയൽ വേൾഡ് സിനാരിയോസിനെ കുറച്ചുകൂടെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൺസ്ട്രെയിന്റ് ഒപ്റ്റിമൈസേഷൻ മെത്തേഡ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. ഒരു കൺസ്ട്രെയിനും രണ്ട് വേരിയബിൾസും ആണ് ഉണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും, കൂടുതൽ വേരിയബിൾസ് രണ്ട് വേരിയബിൾസിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇക്വാലിറ്റി കണ്ടീഷൻ കൺസ്ട്രെയിൻസും ആണ് പറയുന്നതെങ്കിൽ നമുക്ക് ലഗ്രാഞ്ച് മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണെങ്കിൽ ഒരു കൺസ്ട്രെയിന് രണ്ട് വേരിയബിൾസും ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ മോർ ദാൻ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. ആദ്യമേ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും, ഇതിന് ഒരു കൺസ്ട്രെയിന്റും ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എപ്പോഴും കൺസ്ട്രെയിന്റ് ഒപ്റ്റിമൈസേഷന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. മാക്സിമൈസ് z = xy + 2x എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും 3x + 3y x + 3y = 18 എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിന്റുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിനെ സോൾവ് ചെയ്തെടുക്കുന്നു. എക്സിനെ സോൾവ് ചെയ്തെടുക്കാൻ നമുക്ക് മനസ്സിലായി x = 18 - 3y ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിനെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫസ്റ്റ് ഈ എക്സിനെ കൊണ്ടുവന്ന് എക്സിന്റെ വാല്യൂ ഫസ്റ്റ് ഉള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി 18 - 3y × y + 2 × 18 - 3y. ഓക്കെ, ഇങ്ങനെ ഇക്വേഷൻ ആക്കി നമ്മൾ മാറ്റുന്നു. ഇങ്ങനെ ഇക്വേഷൻ ആക്കി മാറ്റിയതിനു ശേഷം നമ്മൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു?
സോൾവ് ചെയ്യുന്നു. അങ്ങനെ സോൾവ് ചെയ്തതിനു ശേഷം നമുക്ക് 12y പ്ലസ് 36 മൈനസ് 3y² നമുക്ക് കിട്ടും. ഇതിനെ നമ്മൾ ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. -3y² പ്ലസ് 12y പ്ലസ് 36 എന്ന് നമുക്ക് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഒരൊറ്റ സിംഗിൾ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഒറ്റ ഓർഡർ കണ്ടീഷൻ മതിയാവും. ഫസ്റ്റ് ഓർഡർ കണ്ടീഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒറ്റ വേരിയബിൾ ഒറ്റ ഇതേ ഉള്ളൂ. അപ്പൊ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വേണ്ട, ഡയറക്റ്റ് നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി. ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -6y പ്ലസ് 12 എന്ന് കിട്ടും. അതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y = 2 എന്ന് പറയുന്നത് നമുക്ക് സോൾവ് ചെയ്ത് ആൻസർ കിട്ടും. ഓക്കെ, y = 2 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ആണ്, d² z/, dy². അപ്പൊ നമുക്ക് -6 ആയിട്ട് കിട്ടും. -6 <0 ആണ്. അപ്പൊ മാക്സിമം കണ്ടീഷൻ ആണ് നമുക്ക് മനസ്സിലായി. പാർഷ്യൽ ഡിഫറൻഷിയേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, ഡിറ്റർമിനന്റ് കണ്ടീഷനിലോട്ടൊന്നും പോണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് y = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടി. അപ്പൊ നമുക്ക് എക്സിനെ സോൾവ് ചെയ്തെടുക്കാം. y = 2 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 18 - 3y ആണല്ലോ. 18 - 3 ആണ്. 18 - 6 12 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സ് 12 ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒറിജിനൽ ഇസഡിന്റെ ഇക്വേഷനകത്തോട്ട്, അതായത് xy പ്ലസ് 2x ഈ വൈയുടെ വാല്യൂ 2 ആയിട്ടും എക്സിന്റെ വാല്യൂ 12 ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. 12 × 2 പ്ലസ് 2 × 12 = 48. 24 + 24 48. മാക്സിമം ഇസഡ് എന്ന് പറയുന്നത് 48 ആയിട്ട് നമുക്ക് കിട്ടും. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്ട്രെയിന്റെ വാല്യൂവിനെ എടുത്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതിൽ നിന്ന് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കുന്നതാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇത് നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലഗ്രാഞ്ചിയൻ മെത്തേഡാണ്. ലഗ്രാഞ്ചിയൻ മെത്തേഡ് ജോസഫ് ലൂയിസ് ലഗ്രാഞ്ച് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആണ് ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. 2ൽ കൂടുതൽ, ഓക്കെ, 2 or more, 2 അല്ലെങ്കിൽ 2ൽ കൂടുതൽ വേരിയബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഒപ്റ്റിമൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻഡ് പ്രോബ്ലംസിനെ നമ്മൾ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്പിൾ യൂസ് ചെയ്ത് ഒരു അൺകൺസ്ട്രെയിൻഡ് പ്രോബ്ലം ആക്കി മാറ്റുന്നു. ഇത് നമുക്ക് യൂട്ടിലിറ്റി മാക്സിമൈസേഷന്, കോസ്റ്റ് മിനിമൈസേഷന്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എല്ലാം നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഓക്കെ, ഒരു ജനറൽ ഫ്രെയിം വർക്ക് എന്താണെന്ന് നമുക്കിത് നോക്കാം. എന്നിട്ട് ഓരോ ഫംഗ്ഷനും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഒരു കൺസ്ട്രെയിന്റ് തന്നിട്ടുണ്ട്. കൺസ്ട്രെയിന്റ് തരുന്നത് എപ്പോഴും ഈ ഒരു മോഡലിലായിരിക്കും. ഓക്കെ, ഈ കൺസ്ട്രെയിനെ നമ്മൾ റീറൈറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതണം. c - p1x - p2y = 0 എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ തിരിച്ചെഴുതണം. ആ തിരിച്ചെഴുതിയതിന് ശേഷം നമ്മൾ ഈ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ലഗ്രാഞ്ചിയൻ മൾട്ടിപ്പിൾ ലാംഡ കൊണ്ടുവന്ന് ഇതിനെ ഈ നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്ത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെയിൻ ഇക്വേഷനിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമേ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ അതിനെ ഫോർമുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നു. ഓക്കെ, എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്പിൾ ലാംഡ കൊണ്ടുവന്ന് നമ്മുടെ റീഅറേഞ്ച് ചെയ്ത് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്ട്രെയിനെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് എടുക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലാംഡ എന്ന് പറയുന്നത് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ മാർജിനൽ ചേഞ്ച് ഇൻ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ
ഡ്യൂ ടു 1 യൂണിറ്റ് ചേഞ്ച് ഇൻ ദ കൺസ്ട്രെയിൻ. കൺസ്ട്രെയിനിൽ 1 യൂണിറ്റ് ചേഞ്ച് വരുമ്പോൾ എന്തുമാത്രം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ചേഞ്ച് വരുമെന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ലാംഡ അല്ലെങ്കിൽ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ റീഅറേഞ്ച് എഴുതുന്ന എങ്ങനെയാണ്? ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ വേരിയബിൾസിലുള്ള ഒരൊറ്റ ഫംഗ്ഷൻ ആക്കി, ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആക്കി നമ്മൾ റീഅറേഞ്ച് എഴുതണം. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക, എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ലാംഡ മൾട്ടിപ്ലൈ ചെയ്ത റീഅറേഞ്ച് ചെയ്ത കൺസ്ട്രെയിനും കൂടെ എഴുതുക. ഓക്കെ, ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോംഡ് കൺസ്ട്രെയിൻ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലഗ്രാഞ്ചിയന്റെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കണം. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ എൽ ബൈ ഡോ എക്സ്, എക്സിന്റെ ടേംസ് ഡെറിവേറ്റ് ചെയ്യണം. ഡോ എൽ ബൈ ഡോ വൈ, വൈയുടെ ടേംസിൽ ഡെറൈവ് ചെയ്യണം. എന്നിട്ട് ഡോ എൽ ബൈ ഡോ ലാംഡ, ഇതിനെ ലാംഡയുടെ ബേസിസിലും ഡിറൈവ് ചെയ്തിട്ട് ഇതിനെ മൂന്നിനെയും ഈക്വൽ ടു 0 വെച്ച് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സും വൈയും ലാംഡയുടെ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തതിന് ശേഷം സെക്കൻഡ് ഓർഡർ കണ്ടീഷൻസ് എഴുതണം. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ നമ്മൾ ചെയ്യുന്നത് ഒരു ബോർഡേർഡ് ഹെസിയൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ്. ബോർഡേർഡ് ഹെസിയൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അത് മെട്രിക്സിനകത്ത് നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഇട്ടുകൊടുത്ത് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കി പോകാം. ഓക്കെ, ബോർഡേർഡ് ഹെസിയൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാക്സിമവും ലെസ് ദാൻ 0 ആണെങ്കിൽ മിനിമവും ആണ്. ഇവിടെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇപ്പൊ ഇതിന് തൊട്ട് ബോർഡർ ഹെസിയൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാക്സിമവും, ലെസ് ദാൻ 0 ആണെങ്കിൽ മിനിമം ആണ്. ഇത് എങ്ങനെ സോൾവ് ചെയ്യണം? ജി എക്സ് എന്താണ്, എൽ എക്സ് എസ് എന്താണ്, എൽ എക്സ് വൈ എന്താണ് ഞാനിപ്പോ പറഞ്ഞുതരാം. 0 തന്നെയാണ്. ജി എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്ട്രെയിനെ എക്സിന്റെ ടേംസിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിനെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിനാണ് ജി എക്സ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ കൺസ്ട്രെയിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോഴാണ് ജി വൈ കിട്ടുന്നത്. ഓക്കെ, ജി എക്സ് ജി വൈ മനസ്സിലായല്ലോ. എൽ എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ എൽ ബൈ ഡോ എക്സ് ആണ്. ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിന്റെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എൽ എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ സ്ക്വയർ എൽ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. അതായത് ഇതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ എക്സിന്റെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് എൽ എക്സ് എക്സ്. എൽ വൈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോ എൽ ബൈ ഡോ വൈ, വൈയുടെ ടേംസിൽ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എൽ വൈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ തന്നെ വീണ്ടും ഡോ സ്ക്വയർ എൽ ബൈ ഡോ വൈ സ്ക്വയർ, വൈയുടെ ടേംസിൽ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എൽ വൈ വൈ എന്ന് പറയുന്നത്. എൽ എക്സ് വൈ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എൽ ബൈ ഡോ എക്സ്. ഇതിനെ വീണ്ടും ഒന്നുകൂടെ, അതായത് വൈയുടെ ടേംസിൽ ഒന്നെങ്കിൽ ഡോ എൽ ബൈ ഡോ എക്സിനെ വീണ്ടും ഡോ ബൈ ഡോ വൈയുടെ ടേംസിൽ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൽ എക്സിനെ ഒന്നുകൂടെ നമ്മുടെ വൈയുടെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൽ വൈയെ എക്സിന്റെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോസ് ഡിഫറൻഷിയേഷൻ. അപ്പൊ അങ്ങനെ എടുക്കുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ എൽ വൈ വൈ എന്ന്, എൽ എക്സ് വൈ എന്നോ അല്ലെങ്കിൽ എൽ വൈ എക്സ് എന്നോ വിളിക്കുന്നത്. എൽ എക്സ് വൈയും എൽ വൈ എക്സും സെയിം ആണ്. അതിന് ഒരെണ്ണം ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഓക്കെ, ലഗ്രാഞ്ചിയൻ മൾട്ടിപ്പിൾ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്പിൾ യൂസ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ,
ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ബോർഡഡ് ഹെയർസ്റ്റൈൽ നമ്മൾ പറഞ്ഞ ഐറ്റംസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഈ ഐറ്റംസ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തതിനു ശേഷം ഡിറ്റർമിനന്റ് വാല്യൂ എടുക്കണം. ഡിറ്റർമിനന്റ് വാല്യൂ എടുക്കണം. ഡിറ്റർമിനന്റ് വാല്യൂ എടുത്തതിന് ശേഷം അത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്ന് കണ്ടുപിടിക്കണം. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാക്സിമം, ലെസ് ദാൻ 0 ആണെങ്കിൽ മിനിമം ആണ് വരുന്നത്. ഓക്കെ, പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ജക്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ എഴുതി. അതിനുശേഷം നമ്മുടെ ഇത് എഴുതി കൺസ്ട്രെയിന്റ് നമ്മൾ എന്ത് ചെയ്തു, റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഓക്കെ, ഈ റീഅറേഞ്ച് ചെയ്ത് എഴുതിയ കൺസ്ട്രെയിനകത്തോട്ട് അതിന്റെ വേരിയബിൾ ഭാഗം മാത്രം എടുത്ത്, അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആദ്യം എഴുതുന്നു, അതിന്റെ കൂടെ ലാംഡ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈ വേരിയബിൾ ഭാഗത്തിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി തൊട്ട് ഇതെന്ന് പറയുന്നത് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇസഡ് ഉണ്ട് ഇവിടെ, അതിൻ്റെ കൂടെ ലാംഡയിൽ മൾട്ടിപ്ലൈ ചെയ്ത ട്രാൻസ്ഫോംഡ് കൺസ്ട്രെയിന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എഴുതാൻ ആദ്യമേ പഠിക്കണം. ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ കൂടെ റീഅറേഞ്ച് ചെയ്ത കൺസ്ട്രെയിന്റെ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ വഴി മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ കിട്ടുന്നത്. ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എൽ എക്സ് കണ്ടുപിടിക്കാം. അതെന്ന് പറഞ്ഞാൽ ഡോ എൽ ബൈ ഡോ എക്സ് ആണ്. ഇതിനെ നമ്മൾ എക്സിന്റെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എക്സിന്റെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എൽ എക്സ് കണ്ടുപിടിക്കാം. 8x മൈനസ് 2y മൈനസ് ഇത് നമുക്ക് ആക്ച്വലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ലാംഡ 72 ലാംഡ എക്സ് മൈനസ് ലാംഡ വൈ. അപ്പൊ നമുക്ക് ഇതിനകത്ത് മൈനസ് ലാംഡ എക്സ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ മൈനസ് ലാംഡ വരും. എൽ വൈ ആണെങ്കിൽ minus 2x plus 12y അതും മൈനസ് ലാംഡ തന്നെ വരും. ഓക്കെ, ഇത് ഡോ എൽ ബൈ ഡോ ലാംഡ ചെയ്യണം. ഡോ ലാംഡ ചെയ്യുമ്പോൾ നമുക്ക് 72 മൈനസ് എക്സ് മൈനസ് വൈ ലാംഡയുടെ ടേംസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് ഇക്വേഷനും 1 ഉം 2 കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ നേരം നമുക്ക് കിട്ടും x minus 2y minus lambda is equal to 0 minus 2x plus 12y minus lambda is equal to 0. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 10x minus 14y is equal to 0. അപ്പൊ ലാംഡ അങ്ങ് വെട്ടിപ്പോ. ഓക്കെ, ഇവിടെ നമുക്കൊരു ഓൾറെഡി വൈയിലുള്ള എക്സിലുള്ള വേറൊരു ടേം കൂടെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ കിട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് 10x is equal to 14y എന്ന് എഴുതാം. x is equal to 1.4y എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ x is equal to 1.4y നമുക്ക് വേണമെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് y is equal to 72. അപ്പോൾ x is equal to 1.4y പ്ലസ് y. അപ്പോൾ നേരത്തെ ഇതിനകത്ത് 72 2.4y is equal to 72 y is equal to 42 എന്ന് നമുക്ക് y is equal to 30 എന്ന് നമുക്ക് കിട്ടും. 72 ഡിവൈഡ് ബൈ 2.4 എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അപ്പൊ y is equal to 30 കിട്ടി. y 30 ആണെങ്കിൽ x is equal to 1.4 into 30 42 ആയിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. അപ്പൊ y കിട്ടി 30 ആയിട്ടും x കിട്ടി 42 ആയിട്ടും. ഓക്കെ, ഇത് രണ്ട് നമുക്കോട്ട് ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. എന്താണ്, ലാംഡ സോൾവ് ചെയ്ത് നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലോ.
ലാംഡ ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതി. 8x minus 2y minus lambda is equal to 0. അതിനകത്ത് 8 into 42 minus 2 into 60 2 into 30 is equal to lambda നമുക്ക് കിട്ടും. ലാംഡ is equal to 276 നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടി. എക്സിന്റെ വാല്യൂ കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി, ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് മാക്സിമൈസേഷനോ മിനിമൈസേഷനോ പറയാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ മെത്തേഡിലോട്ട് പോകേണ്ടത്. ഇപ്പൊ എസ്റ്റിമേറ്റ് ദ എഫക്ട് ഓഫ് ദ വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫ്രം മൈ 1 യൂണിറ്റ് ചേഞ്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം അത് ലഗ്രാഞ്ച് മൾട്ടിപ്പിളിനകത്ത് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അത് കിട്ടിയിട്ട് നമുക്ക് ആ വാല്യൂ നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനകത്ത്. അടുത്തത് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വെച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ മെത്തേഡ്സ് എല്ലാം സെയിം ആണ്. മെത്തേഡ്സ് സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യുന്ന വിധം എന്ന് പറയുന്നത് എല്ലാ കണക്കിലും നമ്മൾ ഇതേ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഹെസ്സിയൻ മെട്രിക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു തരാം. ഹെസ്സിയൻ മെട്രിക്സോടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെസ്സിയൻ മെട്രിക്സോടെ യൂസ് ചെയ്യുന്ന പഠിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ നമുക്ക് കൺസെന്റ് ഒപ്റ്റിമൈസേഷനകത്ത് വരുന്ന മെത്തേഡ്സ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിനകത്ത് മാക്സിമൈസ് y ഈക്വൽ ടു x1 x2 പ്ലസ് 2x1 എന്ന് പറയുന്നതാണ് സബ്ജക്ട് ടു. ഇതാണ് ഇക്വേഷൻ, ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. റീഅറേഞ്ച് ചെയ്ത് എഴുതിയതിനു ശേഷം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനെ ഈ ഫുൾ ഇക്വേഷനെ ഒരു ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ആയിട്ട് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആയിട്ട് മാറ്റുന്നു. L is equal to x1 x2 plus 2x2 plus lambda into 20 minus x1 minus 2x2. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റീറൈറ്റ് ചെയ്ത് ഇതിനെ എഴുതുന്നു. ഇത് നമുക്ക് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോ എൽ ബൈ ഡോ x1 കണ്ടുപിടിക്കുന്നു, അത് സോൾവ് ചെയ്യുന്നു. അടുത്ത് ഡോ എൽ ബൈ ഡോ x2 ചെയ്യുന്നു, അത് സോൾവ് ചെയ്യുന്നു. ഈ രണ്ട് സ്റ്റെപ്പുകളും ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് എടുത്ത് അതിനെ ഇക്വേറ്റ് ചെയ്യണം സീറോ ആയിട്ട്. സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനകത്ത് ഓരോന്നും സോൾവ് ചെയ്ത് ഡോ എക്സ് ബൈ ഡോ എൽ ബൈ ഡോ ലാംഡ നമുക്ക് വേണം. ഓക്കെ, ഈ മൂന്നും കിട്ടിയതിനു ശേഷം നമ്മൾ ഈ 3 ഇക്വേഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് ഓരോന്നിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ ഓരോന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായി x1 12ഉം x2 4ഉം ആണെന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ കൂടെ നമ്മൾ ഡെഡ്യൂസ് ചെയ്ത് നമ്മൾ എന്തെത്തുന്നു, x1 12ഉം x2 4ഉമായിട്ട് നമ്മൾ ക്ലിയർ ആക്കി കണ്ടുപിടിക്കുന്നു. ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻസിലേക്ക് പോകുന്നത്. ഓക്കെ, സെക്കൻഡ് ഓർഡർ കണ്ടീഷൻസിനകത്തോട്ട് വരുമ്പോഴാണ് ഹെസ്സിയൻ മെട്രിക്സിന്റെ ആവശ്യം നമുക്ക് മനസ്സിലാവുന്നത്. ഹെസ്സിയൻ മെട്രിക്സ് എങ്ങനെ ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. ഹെസ്സിയൻ മെട്രിക്സ് ആണ് ആക്ച്വലി ഇതിന്റെ അടുത്ത കോർ ഫംഗ്ഷൻ. നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത് ഹെസ്സിയൻ മെട്രിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺസ്ട്രെയിൻഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ G1 എന്ന് പറയുന്നത് ഡോ ജി ബൈ ഡോ x1 ആണ്. G2 എന്ന് പറയുന്നത് ഡോ ജി ബൈ ഡോ x2 ആണ്. അതായത് നമ്മുടെ കൺസ്ട്രെയിൻ ഫംഗ്ഷൻ ഉണ്ടല്ലോ x1 പ്ലസ് 2x2 ഇസിക്കൽ ടു 20 എന്ന് പറയുന്ന കൺസ്ട്രെയിൻഡ് ഫംഗ്ഷനെ അല്ലെങ്കിൽ മൈനസ് 20 ഇസിക്കൽ ടു 0 എന്ന് പറയുന്ന കൺസ്ട്രെയിൻ ഫംഗ്ഷൻ ആണ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഡോ ജി ബൈ ഡോ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1ന്റെ ടേംസിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. x1ന്റെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ G1 എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് G1 എന്ന് പറയുന്ന ടേം. G2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ജി ബൈ ഡോ x2 ആണ്. എന്ന് പറഞ്ഞാൽ x2ന്റെ ബേസിൽ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. G2 എന്ന് പറയുന്നത് 2 ആണ്. അതാണ് G1 1ഉം G2 2ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത്
L1 L2 L1 ഈ 3 കൊണ്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സോൾവ് ചെയ്യാൻ പറ്റും. L1 എന്ന് പറയുന്നത് നമ്മളിവിടെ സോൾവ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഇതാ ഇതും, L2 എന്ന് പറയുന്നത് x2 ബേസിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ആ ഫംഗ്ഷൻ നമ്മളിവിടെ എടുത്ത് ചെയ്തിട്ടുണ്ട്. അതിനെ L1 വീണ്ടും x1 ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. L2 വീണ്ടും x2 ബേസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും 0 കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ട് L12 നമുക്ക് കണ്ടുപിടിക്കാം. L12 L21 അതും നമുക്ക് എന്താണ് മനസ്സിലായി? അത് ഒന്നുകിൽ ഇതിനെ ഫസ്റ്റ് ഇതിനെ x2 ബേസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡിനെ x1 ബേസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലായി അതെന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, L21 1 ആണ്, L12 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട വേരിയബിൾസിനെ എല്ലാം കിട്ടി. അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്നു. 0 G1 G2 G1 G2 L11 L12 L21 L22. ഇതാണ് അതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ മാക്സിമൈസേഷൻ കണ്ടീഷൻ എന്ത് ചെയ്യത്തുള്ളൂ? സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എടുത്ത് 0 × 0 - 1. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഴയ B21EC02 DC കണ്ട് നോക്കി റിഫ്രഷ് ചെയ്തുകൊണ്ട് വേണം വരാൻ. ഓക്കെ, ആ ഡിറ്റർമിനന്റ് വാല്യൂ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. 4 ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് മാക്സിമം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് y ഇക്വേഷനകത്ത്, അതായത് മെയിൻ ഇക്വേഷൻ ഉണ്ടല്ലോ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടല്ലോ ഇവിടെ, ഇതിനകത്ത് നമ്മൾ ഈ വാല്യൂ ഓഫ് x1 x2 ഇട്ട് കൊടുത്തത്. x1 x2 നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, 12 4. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം y. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഹെസ്സിയൻ മെട്രിക്സ് യൂസ് ചെയ്ത്. ഹെസ്സിയൻ മെട്രിക്സ് ലഗ്രാഞ്ച് മൾട്ടിപ്പിൾ, ഫസ്റ്റ് ലഗ്രാഞ്ച് മൾട്ടിപ്പിൾ യൂസ് ചെയ്ത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യിക്കുക. എന്നിട്ട് ഹെസ്സിയൻ മെട്രിക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാക്സിമം, ലെസ് ദാൻ 0 ആണെങ്കിൽ മിനിമം ആണ്. ഓക്കെ, നമുക്കിവിടെ വരേണ്ടത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി മാക്സിമൈസ് ചെയ്യാനാണ് നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി തന്നിട്ടുണ്ട്, പിന്നെ പ്രൈസ് കണ്ടീഷൻ തന്നിട്ടുണ്ട്, M1 തന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളിതിനെ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് യൂട്ടിലിറ്റി ഫംഗ്ഷൻ തന്നെ എടുക്കാം, Q1 × Q2. ഓക്കെ, പക്ഷെ പ്രൈസ് കൺസ്ട്രെയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി ഇവിടെ ഒന്നും തന്നിട്ടില്ല, ഇങ്ങനത്തെ ഇക്വേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്കിതിനെ ഡയറക്റ്റ്, ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ P1 × Q1 + P2 × Q2 = 240 എന്നുള്ളതാണ് എക്കണോമിക് ടേംസിന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, P1 Q1 + P2 Q2 = 240. അപ്പൊ ഇതാണ് നമ്മുടെ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ P1 എന്ന് പറയുന്നത് 10 ആണ്, P2 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കൺസ്ട്രെയിന്റ് എങ്ങനെയായിട്ട് മാറി? 10 Q1 - 2 Q2 അല്ല +2 Q2 = 240. പിന്നെ ഇതിനെ കൺസ്ട്രെയിന്റ് നമുക്ക് ലഗ്രാഞ്ചിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 240 - 10 Q1 - 2 Q2 ആയിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷനിലുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കിട്ടി, കൺസ്ട്രെയിന്റ് ഫംഗ്ഷൻ നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആയിട്ട് എടുത്തെഴുതുന്നു. ഓക്കെ, എടുത്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ∂L/∂Q1 എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ചെയ്യുന്നു. സെക്കൻഡ് നമ്മൾ ∂L/∂Q2 എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ അതിനും ചെയ്യുന്നു. ലാംഡയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസ്ട്രെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇതെല്ലാം ഒരൊറ്റ വേരിയബിളിനകത്ത് മാത്രം വന്നിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ലാംഡയെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നു. ലാംഡ = Q2/10 ലാംഡ = Q1/2 നമുക്ക് കിട്ടുന്നു. ഇതിനെ നമ്മൾ സോൾവ് ചെയ്തിട്ട് Q2 Q1 ടേംസിൽ, അപ്പൊ രണ്ടും ലാംഡയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേറ്റ് ചെയ്തെടുക്കാം. 2Q2 = 10 Q1 എന്നാക്കി, Q2 = 5 Q1 എന്ന് നമുക്ക് എഴുതാം.
ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞ ശേഷം നമ്മൾ ഇക്വേഷൻ 3 കൊണ്ടുവന്ന് ഈ ലാംഡയുടെ ഇക്വേഷൻ കൊണ്ടുവന്ന് സോൾവ് ചെയ്തിട്ട് നമ്മൾ Q1 വാല്യൂ Q2 വാല്യൂ എന്ത് ചെയ്യുന്നു? Q1 വാല്യൂ സോൾവ് ചെയ്യുന്നു, Q2 വാല്യൂ സോൾവ് ചെയ്യുന്നു. അപ്പൊ Q1 എന്ന് പറയുന്നത് 12 ആണ്, Q2 എന്ന് പറയുന്നത് 60 ആണ്, ലാംഡ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഒരു മാക്സിമം എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആവും, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആവും. ഓക്കെ, അപ്പൊ മാക്സിമം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഹെസിയൻ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ വാല്യൂസ് ഇത്രയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ലാംഡയുടെ വാല്യൂ ആണ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ലാംഡയുടെ വാല്യൂ നമുക്ക് 6 ആയിട്ട് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ കിട്ടി. കാരണം ഒരു യൂണിറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഫുൾ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് എന്തുമാത്രം ചേഞ്ച് ഉണ്ടാകുന്നതാണ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ലാംഡയുടെ വാല്യൂ പറയുന്നത്. ഓക്കെ, അത് സോൾവ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതല്ലാതെ വേറെ പല ആവശ്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്ട്രെയിന്റ് ഒപ്റ്റിമൈസേഷൻ എക്കണോമിക്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ആ മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് യൂട്ടിലിറ്റി മാക്സിമൈസേഷന് വേണ്ടി യൂസ് ചെയ്യാം, കോസ്റ്റ് മിനിമൈസേഷന് വേണ്ടി യൂസ് ചെയ്യാം, പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടിയും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മാക്സിമൈസേഷനോ അല്ലെങ്കിൽ മിനിമൈസേഷൻ ഓഫ് എ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സബ്ജക്ട് ടു കൺസ്ട്രെയിന്റ് ആണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പല സാധനങ്ങൾക്ക് വേണ്ടി യൂട്ടിലിറ്റി മാക്സിമൈസേഷന് വേണ്ടി നമുക്ക് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ നമ്മൾ ചെയ്യാൻ നേരത്ത് കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഡെറിവേഷൻ വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഉണ്ടാവും. യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ ബേസിൽ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ഉണ്ടാവും. ഓക്കെ, ആ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ബേസിൽ നമ്മൾ ലഗ്രാഞ്ചിയൻ മെത്തേഡ്, അതായത് ആ കൺസ്ട്രെയിന്റ് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഓക്കെ, നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ എം മൈനസ് പി എക്സ് എക്സ് മൈനസ് പി വൈ വൈ 0. അതിന്റെ ബേസിൽ നമ്മൾ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്പിൾ ഉണ്ടാകുന്നു. ലഗ്രാഞ്ചിയൻ മൾട്ടിപ്പിൾ യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻസ്, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഈ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് പി എക്സ് ബൈ പി വൈ റേഷ്യോയും ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഹെസിയൻ മെട്രിക്സ് യൂസ് ചെയ്ത് നമ്മൾ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നു. ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 0 മാക്സിമൈസ് ആണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് കോസ്റ്റിന്റെ കാര്യത്തിലും. കോസ്റ്റിന്റെ കാര്യത്തിൽ സംഭവിക്കാൻ നേരത്ത് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് അവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഇവിടുത്തെ കൺസ്ട്രെയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. ഓക്കെ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോസ്റ്റ് ഫംഗ്ഷൻ ആണ്. ഈ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും ഇവിടുത്തെ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഹെസിയൻ മെട്രിക്സ് എഴുതാൻ നേരത്ത് ഫസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുന്നു. അതിനുശേഷം ലാംഡ ഇൻറ്റു സാധാരണ ക്യൂ മൈനസ് എഫ് ഓഫ് കെ എൽ എന്നാണ് എഴുതുന്നതെങ്കിൽ ഇത് ഫംഗ്ഷൻ മൈനസ് ക്യൂ ആയിട്ട് ഔട്ട്പുട്ട് ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കോസ്റ്റ് ഫംഗ്ഷൻ വരാൻ നേരത്ത് ഉള്ളൊരു ഡിഫറൻസ്. അത് സെയിം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻസ് ഡിറൈവ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെസിയൻ മെട്രിക്സ് എടുക്കുന്നു. ഹെസിയൻ മെട്രിക്സ് നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഹെസിയൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കോസ്റ്റ് മിനിമൈസേഷൻ അവിടെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനും. ഓക്കെ, അവിടെയും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പി ആർ മൈനസ് ടി സി എടുക്കുന്ന
പ്രോഫിറ്റ് ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കാം. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇങ്ങനെ നല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡോ എൽ ബൈ ഡോ എക്സും ഡോ എൽ ബൈ ഡോ വൈയും ചെയ്ത് തന്നെ എടുത്താൽ മതിയാവും. ഓക്കെ, ഇത് സോൾവ് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ഹെസിയൻ മെട്രിക്സ് പോസിറ്റീവ് ആയിരിക്കണം, കാരണം മാക്സിമൈസേഷൻ ആണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും ഹെസിയൻ മെട്രിക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സോൾവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 2 കണക്ക് സോൾവ് ചെയ്ത് നോക്കാം, അപ്പൊ ഒന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ആദ്യമേ യൂട്ടിലിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ബഡ്ജറ്റ് കൺസ്ട്രെയിനും തന്നിട്ടുണ്ട്. ബഡ്ജറ്റ് കൺസ്ട്രെയിൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സോൾവ് ചെയ്യുന്നു. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം ആദ്യമേ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഈ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്തതിന് ശേഷം നമ്മുടെ ഡി അല്ല ഡോ ആണ് ഡോ ക്യൂ വൺ ഡോ എൽ ബൈ ഇതെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സോൾവ് ചെയ്ത് Q1-ന്റെയും Q2-ന്റെയും ലാംഡയുടെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഈക്വേഷൻസിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായി എന്താ Q1 എന്ന് പറയുന്നത് 25 Q2 എന്ന് പറയുന്നത് 50 നമുക്ക് കിട്ടി. അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെസിയൻ മെട്രിക്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഹെസിയൻ മെട്രിക്സിനകത്ത് ഈ ഫസ്റ്റ് ഓർഡർ കണ്ടീഷന്റെ വീണ്ടും ഒന്നുകൂടെ സോൾവ് ചെയ്യുന്നതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, Q1-ന്റെ ബേസിൽ ഇതിനെ ഇത് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഇതിനെ വീണ്ടും ചെയ്യുമ്പോൾ 0 കിട്ടും. പിന്നെ ഇതിനെ കൺസ്ട്രെയിൻ ഒപ്റ്റിമൈസേഷനകത്ത് G1 എന്ന് പറയുന്നത് 2 ആയിട്ടും G2 എന്ന് പറയുന്നത് 1 ആയിട്ടും നമുക്ക് കിട്ടും. ഓക്കെ, G1 G1 2ഉം G2 1 ആയിട്ട് കിട്ടി. അതല്ലേ, G1 2ഉം G2 1 ആയിട്ട് കിട്ടി. L11 0 ആണ്, L22 എന്ന് പറയുന്നത് 0 ആണ്. L12 ഇതിന്റെ ഒന്നുകൂടെ ഇതിന്റെ Q2-ന്റെ ബേസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 കിട്ടും. ഓക്കെ, L22 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അതെല്ലാം കിട്ടിയതിന് ശേഷം ഈ ഓർഡറിൽ തന്നെ, ഈ ഓർഡർ പഠിച്ചിരിക്കുക, ഈ ഓർഡറിൽ തന്നെ എഴുതുക. അപ്പൊ നമുക്ക് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഹെസിയൻ മെട്രിക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ആണോ അല്ലയോ നമുക്ക് നോക്കാം. അതായത് ഡിറ്റർമിനന്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി എത്രയാണ് മാക്സിമം യൂട്ടിലിറ്റി എന്ന് അറിയണമെങ്കിൽ ഇതിനകത്തോട്ട് Q1 25ഉം Q2 50ഉമായിട്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമം യൂട്ടിലിറ്റി എത്ര ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ സെയിം മെത്തേഡാണ് നമ്മൾ എല്ലാ കണക്കിനും ഫോളോ ചെയ്യുന്നത്. കോസ്റ്റ് മിനിമൈസേഷൻ ആണ്. കോസ്റ്റ് മിനിമൈസേഷനും സെയിം മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. കോസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്, കൺസ്ട്രെയിന്റ് തന്നിട്ടുണ്ട്, ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആയിട്ട് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുക, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ഈ കൺസ്ട്രെയിൻസിന്റെ ഭാഗമായിട്ടുള്ള ഇക്വേഷൻസിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് x1-ന്റെ വാല്യൂ x2-ന്റെ വാല്യൂ ഡിറൈവ് ചെയ്തെടുക്കുക. അങ്ങനെ ഡിറൈവ് ചെയ്തെടുത്തതിന് ശേഷം ഹെസിയൻ മെട്രിക്സ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ട് ഹെസിയൻ മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നു. അങ്ങനെ ഫോർമുലേറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെസിയൻ മെട്രിക്സ് നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നു. ഇത് ഫോർമുലേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ വാല്യൂ, ഹെസിയൻ മെട്രിക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആയിട്ട് നമുക്ക് ഫോർമുലേറ്റ് ചെയ്ത് കിട്ടി. ലെസ് ദാൻ 0 ആയതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിനിമൈസേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് കോസ്റ്റ് മിനിമൈസേഷൻ ആണ്. അപ്പൊ ആക്ച്വലി ഇവിടെയും കോസ്റ്റ് മിനിമൈസേഷൻ ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ,
അടുത്തതായിട്ട് ഇതേ സെയിം ഫോർമുലയിൽ വരുന്ന വേറൊരു കോസ്റ്റ് ഫംഗ്ഷനും പ്രോഡക്റ്റ് കോട്ടയും ആണ്. ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് സോൾവ് എടുക്കാം. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻസ്, എന്നിട്ട് എക്സിന്റെ വൈയുടെ ലാംഡയുടെ വാല്യൂ സോൾവ് ചെയ്യുക. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻസ് എടുക്കുന്നതിന് സമയത്ത് ഹെസിയൻ മെട്രിക്സ് എടുക്കുക. ഹെസിയൻ മെട്രിക്സ് എടുത്തതിന് ശേഷം അത് ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കുക. ലെസ് ദാൻ 0 ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് മിനിമൈസേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് ഈ എക്സിന്റെയും വൈയുടെയും വാല്യൂ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിനിമം കോസ്റ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അതായത് വെൻ വി ആർ പ്രൊഡ്യൂസിങ് എക്സ് ക്വാണ്ടിറ്റി, എക്സിന്റെ ഇത്ര ക്വാണ്ടിറ്റിയും വൈയുടെ ഇത്ര ക്വാണ്ടിറ്റിയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്തുമാത്രം കോസ്റ്റ് ആവുമെന്നാണ് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇതാണ് കോസ്റ്റ് മിനിമൈസേഷനെ കുറിച്ചും റവന്യൂ മാക്സിമൈസേഷനെ കുറിച്ചും യൂട്ടിലിറ്റി മാക്സിമൈസേഷനെ കുറിച്ചും പ്രോഫിറ്റ് മാക്സിമൈസേഷനെ കുറിച്ചും ഒക്കെ നമ്മൾ കൺസ്ട്രെയിന്റ് ഒപ്റ്റിമൈസേഷൻ രീതിയിൽ സംസാരിക്കുന്നത്. ഓക്കെ, ഇത് ബേസ് ഐഡിയ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കുക. ആ സോൾവ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൃത്യമായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ.